ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ ലവ്ലി മാത്യു, അറ്റ്ലാന്റ, USA നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ അതെ, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ദേവദാസിയുടെ ജീവിതത്തിന് അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ. അപ്പാ, അങ്ങയുടെ ദാസ്യമായ അടിയൻ തിരുപ്പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, നിന്റെ ദാസ്യ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള എല്ലാ ദൈവത്തിൻ്റെ കൃപയും നിന്റെ ദാസിയുടെ മേൽ പരിശുദ്ധാത്മാവോടുന്ന പകരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കേൾക്കുന്ന ജനത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ, ആത്മീക വർധനമായി മാറുവാൻ, കർത്താവിനോട് ഹല്ലേലൂയ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി മാറുവാൻ, കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിനുള്ളിലായിരിക്കുന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ. ഹല്ലേലൂയ, അമേൻ. കർത്താവിൻ്റെ ദാസിയെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇങ്ങനെ എൻ്റെ സാക്ഷ്യം ജോയ്സ് ടി വിയിലൂടെ പറയുവാൻ തക്കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി നൽകി തന്ന ഈ വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയ്സ് ടി വിയിലെ ഈ സിസ്റ്ററിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ചാനലിലൂടെ അനേകർക്ക് ഇതൊരു ആശ്വാസമായി തീരുവാൻ തക്കൊണ്ട് ദൈവസന്നിധിയിലെ അനേകരെ ദൈവത്തിങ്കലെ കടിപ്പിക്കുന്നതിന് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാം, ദൈവനാമത്തിൽ ചെയ്യുന്ന എല്ലാം, പാട്ടുകാരൻ പറയുന്ന പോലെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ച് ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കണം. ഏത് വിധേയയും ദൈവനാമം മഹത്വപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ പേര് ലവ്ലി. ഞങ്ങള് കുടുംബമായിട്ട് US താമസിച്ചു വരുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, ഒരു മോനും ഒരു മോളും. ആൻഡ് വി ഹാവ് 3 grandchildren. വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഞങ്ങൾ ഈ പ്രദേശത്തായിരിക്കുന്നു. ഇന്ന് എൻ്റെ സാക്ഷ്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എനിക്ക് ദൈവസന്നിധി പറയുവാനുള്ളത്, I am so grateful. I am so thankful for the Christian life God has given me. I am so satisfied with the Christian life God has given me. കാരണം ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ആദ്യ കാലങ്ങളിൽ ദൈവം എന്നെ നടത്തിയ വഴികളിൽ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ മെച്യൂർ അല്ലാത്ത നമ്മളുടെ യങ് സ്റ്റാറ്റസിൽ നമ്മൾക്ക് വളരെ കഠിനമെന്ന് തോന്നുന്ന പല ജീവിത അനുഭവങ്ങളും, അത് ദൈവമക്കൾക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് അക്ഷരീയമായ എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കണം ഇടയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദൈവസന്നിധി ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തില് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ പിതാവിനെ ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്കൊരു ദൈവവചനം അന്ന് എനിക്ക് നൽകി തന്നു. അതായത് ഐസയ ചാപ്റ്റർ 48:17. അതിങ്ങനെ പറയുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ലിറ്ററലി എൻ്റെ ജീവിതത്തിൽ നടന്നു. ശുഭകരമായി എൻ്റെ ജീവിതത്തെ ശുഭകരമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു അദൃശ്യ ശക്തി എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ അത് ഗ്രഹിച്ചില്ല കേട്ടോ. എന്നാലും ഒരു അദൃശ്യ ശക്തി എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കും നീ പോകേണ്ടുന്ന വഴി. എനിക്ക് പോകാൻ ഇഷ്ടമായ വഴികളിലൂടെ അല്ല ദൈവം എന്നെ നടത്തിയത്. എനിക്ക് അന്ന് ഇഷ്ടമില്ലാന്ന് തോന്നിയതിലൂടെ വഴികളിലൂടെ നടത്തി. എന്നാൽ പോകേണ്ടുന്ന വഴി ദൈവം എന്നെ നടത്തിയത് ആത്യന്തികമായ വലിയ നന്മയ്ക്കായി കൂടി വ്യാപിച്ചു ദൈവമുമ്പാകെ പറയുവാൻ തക്കവണ്ണം എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ ടെസ്റ്റിമണി ഞാൻ പറയുമ്പോൾ എൻ്റെ ടെസ്റ്റിമണിയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അനേക ടെസ്റ്റിമണികളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഫോക്കലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ആ അനുഭവത്തെ പറ്റിയാണ്. കാരണം ആ അനുഭവം എൻ്റെ ജീവിതത്തെ
ആകമാനം മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, ആത്മീയ മണ്ഡലങ്ങൾ, ഭൗതിക മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലും വലിയ ചേഞ്ച് വരുന്നതിന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഫോക്കൽ പോയിന്റ്. മറ്റെല്ലാ ടെസ്റ്റിമണീസിനും അതിന് റിവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വല്യപ്പച്ചൻ യാക്കോബ സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ബ്രദറൻ കൂട്ടായ്മയിൽ ചേർന്നു. അപ്പച്ചൻ ഒരു സാറായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പച്ചൻ അതെല്ലാം രാജിവെച്ച് അപ്പച്ചൻ ഒരു ഉപദേശിയായിട്ട് മാറി. അങ്ങനെ എൻ്റെ പേരൻസും ഞാനും വളർന്നു വരുന്ന ഒരു ബ്രദറൻ പശ്ചാത്തലത്തിലാണ്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം 14 വയസ്സപ്പോൾ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ കൊണ്ടുമിടയായി. എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് എൻ്റെ പേരൻസ് തന്നെ ആലോചിച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഒരു പെന്തക്കോസ്ത പശ്ചാത്തലമുള്ള ഒരു യുവാവുമായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് നാൾ ദോഹയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ US കടന്നു. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഈ പെന്തക്കോസ് പശ്ചാത്തലത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ അനേക ദൈവമക്കൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് കാണുവാൻ കൊണ്ടിടയായി. മാത്രമല്ല അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അതെനിക്കൊരു വളരെ പുതിയ അറിവായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് മുമ്പ് ഒരൊറ്റ മീറ്റിങ്ങിന് പോലും ഞാൻ പെന്തക്കോസ്റ്റ് മീറ്റിങ്ങിന് പോയിട്ടില്ല. അപ്പൊ ഇതെന്താണെന്നേ എനിക്കറിയത്തില്ല. പെന്തക്കോസ്റ്റൽസിന്റെ അത് ദുരുപദേശമാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു മീറ്റിങ്ങിന് പോലും ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് വലിയൊരു കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ പെന്തക്കോസ്റ്റിലാണോ, ഞാൻ ബദറാണോ, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലെ എനിക്കുണ്ടായി. അപ്പൊ എന്നാലും ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഞാൻ നിലനിർത്തുക. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയുള്ള ബോധ്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്കത് ലഭിച്ചിരുന്നു. സ്വർഗമുണ്ട്, നരകമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പേക്ക് തള്ളിയിടും. അങ്ങനെയുള്ളതായ അറിവുകളൊക്കെ എനിക്കുണ്ട്. അപ്പം രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പം ഞാനിങ്ങനെ പോകുക. ജീവിച്ചു വരുമ്പോൾ ഞങ്ങൾക്കന്ന് ഒരു കുഞ്ഞുണ്ടായി. ഞങ്ങളിങ്ങനെ അപ്പോഴത്തേക്ക് ഒരു 6-7 വർഷമായി കല്യാണം കഴിഞ്ഞ് 6-7 വർഷമായി ഇങ്ങനെ പോകുമ്പോൾ ഈ 6-7 വർഷത്തിനുള്ളിൽ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം തന്നു. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭിഷേകം അല്ല പരിശുദ്ധാത്മ സ്നാനമുള്ള കാര്യം സത്യമാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു സത്യമുണ്ടെന്നുള്ളൊരു ബോധ്യം ദൈവം എനിക്ക് തന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 1990 വാച്ച് നൈറ്റ് സർവീസിന്, അതായത് December 31 ദിവസത്തിനെ ഞാനൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഞാൻ ദിവസത്തിനെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആദ്യമായി, അന്ന് വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ പരിശുദ്ധാത്മ സ്നാനത്തിന് ഞാൻ ഞാനതിൽ ഉണ്ടല്ലോ ഒട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷെ അന്ന് ഞാനിങ്ങനെ ദൈവസന്നിധി എന്നെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ച്, കർത്താവേ പരിശുദ്ധാത്മാവ് സ്നാനം എന്നുള്ള കാര്യം ശരിയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് നീ എനിക്ക് നൽകി തരണമേ കർത്താവേ. അതെന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നത് കാരണമായി തീരുന്നതാണെങ്കിൽ എനിക്കത് നൽകി തരണമേ എന്ന് ദൈവസന്നിധി ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അത് ആരും അറിയുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് പോലും അറിയുന്നില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ചർച്ചിലൊക്കെ ചാരി മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കാത്തിരിപ്പ് യോഗം, പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന യോഗങ്ങൾ. അപ്പോൾ അതിൽ ഒത്തിരി പേര് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കർത്താവേ ദൈവസന്നിധി പിന്നെ ഞാൻ എന്നെ തന്നെ കഴുകി, എൻ്റെ കുറവാണോ, ഞാൻ ഇതിനെതിരായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ അറിവില്ലായ്മയിൽ പറഞ്ഞു പോവാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെല്ലാം ദൈവസന്നിധി ഞാൻ പറഞ്ഞ് എന്നെ തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ 7 വർഷം ഈ പരിശുദ്ധാത്മ സ്നാനത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞതിലൂടെ ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന December 31 ഞാൻ ദിവസസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. January, February, March, April 7 ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അപ്പൊ ഈ 3 മാസം ദൈവം അതിനുവേണ്ടി വളരെ എന്നെ ആഗ്രഹിച്ചു. ദൈവസന്നിധി ഞാൻ വളരെ ആഗ്രഹിച്ചു, വളരെ കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ കാത്തിരിപ്പ് യോഗത്തിന് പോയപ്പോഴൊന്നും എനിക്ക് ഈ അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ April 7 എന്ന് പറയുന്ന ഒരു സാറ്റർഡേ ആയിരുന്നു. അന്ന് യോഗമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, മീറ്റിംഗ് ഇല്ല, പ്രാർത്ഥനയില്ല, അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും വൈഫും കൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അപ്പം പാസ്റ്ററും വൈഫും ഞാനും സഞ്ചാനും അപ്പം ഞങ്ങൾ താഴെ പായിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാനിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ദൈവമക്കളോട് പറയാൻ തക്കണോ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇങ്ങനൊക്കെ പ്രാർത്ഥിച്ച് ചിരിക്കുവാണെങ്കിലും ആ ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞ് ഞാൻ കാണുന്നത് ഭയങ്കര ഡ്രം അടിച്ച് ബഹളം ഉണ്ടാക്കി പാട്ട് പാടുമ്പോൾ ലഭിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ ഇത്? ആണെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ദൈവത്തോട് എന്നെ അടുപ്പിക്കുന്നതിന് കാരണമാണെങ്കിൽ മാത്രം അതെനിക്ക് അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് വേണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങൾ അന്ന് പാട്ടില്ല, ബഹളങ്ങളില്ല,
പുറത്തുനിന്നുള്ള യാതൊരു സമ്മർദ്ദവും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പം ഞാനും സൈൻജാനും പാസ്റ്ററും വൈഫും ഇത്ര പേര് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ഒരു ബഹളങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. അതായത് ഒരു വലിയ ശക്തി, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ഒരു വലിയ ശക്തി എൻ്റെ തലയിലേക്ക് വന്ന് പതിച്ചു. അതൊരു 2 ടണ്ണുണ്ട്. അതെങ്ങനെ 2 ടണ്ണുണ്ടെന്ന് നിങ്ങൾ എന്നോട് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ വാക്കുകളില്ല. എങ്ങനെയും എൻ്റെ ആത്മാവിൽ എനിക്കറിയാതെ ഒരു 2 ടണ്ണുള്ളൊരു ശക്തി എൻ്റെ തലയിലേക്ക് വന്ന് പതിച്ചു. എന്നാൽ ആ വന്ന് പതിക്കുമ്പോൾ ഒരു പൂ വന്ന് നമ്മുടെ തലയിൽ തഴുകി എത്രമാത്രം സുഖമുണ്ട്, അതുപോലെയാണ് അത് വന്ന് പതിക്കുന്നത്. ഈ ശക്തി എൻ്റെ തലയിലേക്ക് വന്ന് പതിച്ചു. എൻ്റെ വായിലൊരു ഭാഷ നിറഞ്ഞു. എൻ്റെ കരങ്ങൾ ശക്തമായിട്ട് ഞാൻ അടിക്കാൻ തുടങ്ങി. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചു. തലയിലൊരു ശക്തി വന്ന് പതിച്ചു, എൻ്റെ വായിലൊരു ഭാഷ നിറഞ്ഞു, എൻ്റെ കരങ്ങൾ ഞാൻ ശക്തമായിട്ട് അടിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിക്കും ബോധ്യമായി, ബഹളങ്ങളും പുറത്തുനിന്നുള്ള യാതൊരു സമ്മർദ്ദങ്ങളും പാട്ടോ ഡ്രമ്മോ ഒന്നുമില്ലാത്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചാന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ലോട്ടറി കിട്ടിയാൽ ഇത്ര എനിക്ക് സന്തോഷമില്ല. അതുപോലെ ഞാൻ ഓടി നടന്ന് എല്ലാവരോടും, എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ പേരൻസിനോട്, എൻ്റെ റിലേറ്റീവ്സിനോട്, ഫോൺ ചെയ്ത് പറയാനുള്ളവരോട്, അങ്ങനെയുള്ളവരോട്, അല്ലെങ്കിൽ ചെന്ന് പറയാവുന്നവരോട് എല്ലാവരും ഞാൻ ഓടി നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ബ്രദറും വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരു ദൈവ പൈതലാണ്. ഞാൻ വാസ്തവമായിട്ട് ഇങ്ങനൊരു കാര്യമില്ല എന്നും പറയുകയും ഇതിനെതിരായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ദൈവമക്കളെ, ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാനത് വാസ്തവമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ പകർന്നുവെന്ന് ഞാൻ എല്ലാവരോടും പറയാൻ തക്കണോടെയായി. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ അതിനെ തുടർന്ന് 3 ദിവസം എൻ്റെ ജീവിതത്തിൽ ഉപവാസം ഇരിക്കുവാൻ തക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവാസം ഇരിക്കുവാൻ തക്കണം. ചർച്ചിനോടനുബന്ധിച്ച് ദൈവം സാഹചര്യം ഒരുക്കും. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പരിശുദ്ധാത്മാവ് സ്നാനം മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള, എൻ്റെ ജീവിതത്തിൽ 3 ഏരിയാസിലാണ് പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിച്ചതിന് ശേഷം ഈ പ്രകടമായ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. ഒന്നാമത് ആരാധന, അഭിഷേകം നുകത്തെ തകർക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, പുഷ്ടി നിമിത്തം നുകം തകർന്നു മാറും, വചനത്തിന്റെ ശക്തി നിമിത്തം കെട്ടുകൾ അഴിഞ്ഞു മാറും. അഭിഷേകം നുകത്തെ തകർക്കുന്നതാണ്. അതായത് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് ഓപ്പൺ ഹാർട്ട് ICUവിലാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് 2 പേഷ്യൻസിനെ കിട്ടും. വളരെ ബിസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. സാറ്റർഡേ നൈറ്റ് മിക്കവാറും ഞാൻ ജോലിയിലായിരിക്കും. 7 PM to 7 AM 12 hours ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു ജീവച്ഛവമായിട്ടാണ് വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ കിടന്നുറങ്ങും. എന്നിട്ട് ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. എൻ്റെ കഴിഞ്ഞ 37 yearsലെ ജോലിയിലും എനിക്ക് തോന്നുന്നില്ല ഒരു 3-4 ആരാധന ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ജോലി ഉള്ളത് കൊണ്ട് ഞാൻ ഞായറാഴ്ച ആരാധന മിസ് ചെയ്തിട്ടില്ല. കാരണം എന്നിലുണ്ടായിരുന്ന ഈ പരിശുദ്ധാത്മ സ്നാനം അതായിരുന്നു. ആ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കാൻ തക്കണം ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരീരത്തിൽ വളരെ ക്ഷീണിതയായിട്ടാണ് ചർച്ച ചെല്ലുന്നത്. പക്ഷെ 1ാമത്തെ പാട്ട് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിലോട്ട് ഒരു ഹോഴ്സ് പവർ പോലെ ഒരു ശക്തി വരും. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, എന്നെ ബലത്തോടുകൂടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ പവറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസയ ചാപ്റ്റർ 6 ഇങ്ങനെ പറയുന്നുണ്ട്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ളതായ സിംഹാസനത്തിൽ ഞാൻ കണ്ടു. സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, ഹല്ലേലൂയ. ആ ആരാധനയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി ഉണ്ടല്ലോ, ആരാധനയുടെ ആ വലുപ്പം വയറൊക്കെ അങ്ങ് നിറഞ്ഞ പിന്നെ അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ക്ഷീണം ഒന്നും നമുക്കറിയത്തില്ല. ആരാധനയുടെ മഹത്വം മനസ്സിലാക്കാൻ തക്കവണ്ണം ഇത് എന്നെ സഹായിച്ചു. ഒന്നാമത്തത്. രണ്ടാമത്, വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തിളയ്ക്കും. അല്ലേ, എവിടെ ദൈവത്തിന്റെ വചനം കേട്ടാൽ എത്ര ഞാൻ ക്ഷീണിച്ചിരുന്നാലും ആ വചനം അങ്ങോട്ട് വരുമ്പോഴോ തീ പോലെയും പാറയെ തറക്കുന്ന ചുറ്റിയ പോലെ ദൈവത്തിന്റെ വചനത്തെ എഴുതിയിരിക്കുന്ന പോലെ വചനം കേൾക്കുമ്പോൾ തിളയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. അപ്പം വചനം കേൾക്കുമ്പോൾ അതിന് റെസ്പോൺസ് ഇല്ലാതെ ആൾക്കാരിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. അതുപോലെ ദൈവത്തിന്റെ വചനത്തെ പറ്റി പറഞ്ഞ തേജസ്സേറിയ സുവിശേഷം എന്ന് പറയുന്നത് പവർ ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ് ഉള്ള സുവിശേഷത്തിന്റെ ശക്തി, ആ ശക്തിയെ മനസ്സിലാക്കാൻ സഹായിച്ചു. മൂന്നാമത്, ഇപ്പൊ രാത്രി 12 മണിക്കാണെങ്കിലും സൈജാൻ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വിളിച്ചു, നമുക്ക് ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോകണമെന്ന്, ഐ എം റെഡി, ഐ എം സോ ചാർജ്, ഐ ലവ് ദൈവത്തിന്. രാക്കാലങ്ങളിൽ യാമാരങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ കാവൽക്കാരായ ദൈവത്തിന് ഒരു ആത്മഭാരം, അല്ലേ, എത്ര പ്രാർത്ഥിച്ചാലും മതിയാകാതെ. ഞങ്ങൾക്ക് ലേഡീസ് പറയേണ്ട ഞങ്ങൾക്ക് ആഴ്ചയിലെ പല ദിവസങ്ങളിലുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. അങ്ങനെ അതിനുള്ളതായ അങ്ങനെയുള്ള ജീവിതങ്ങളുമായി ദൈവം എന്നെ കണക്ട് ചെയ്തു. അതാ കിങ്ഡം കണക്ഷൻ, ഡെസ്റ്റിനി കണക്ഷൻസുമായി ദൈവം എന്നെ കണക്ട് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ദാഹം.
ഇങ്ങനെ ഇത് നൽകി തരുവാൻ ഈ ഏരിയയിലെല്ലാം ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് അന്യഭാഷ പറയുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ടോട്ടലി ആകമാനം ചേഞ്ച് വരുവാൻ തൊക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു, ടു empower to transform the world around us. അതാ ഞാൻ മനസ്സിലായി, we are empowered to transform the world around us. Acts chapter 1 verse 5 ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, ഏറെനാൾ കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. എന്നിട്ട് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ഉയരത്തിൽ ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തെ തന്നെ പ്രാപിക്കുക. അപ്പോൾ ശക്തി ധരിക്കുകയാണ്. ഈ പുട്ടോൺ തൃത്വത്തെ മൂന്നാനായ പരിശുദ്ധാത്മാവിനെ അതൊരു വ്യക്തിത്വമാണ് നമ്മുടെ ജീവിതത്തിൽ. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഇൻ us. അപ്പൊ ആ ശക്തി ലഭിക്കുവോളം, ആ ശക്തി ലഭിച്ചിട്ട്, അന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഒരു വലിയ 2 ടൺ ശക്തി എന്റെ തലയിലേക്ക് വന്ന് പതിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ശക്തി എന്ന് പറഞ്ഞ ഡ്യുനാമിസ് അല്ലെങ്കിൽ ഡൈനമൈറ്റ് പവർ, empower to transform the world around us, to witness Jesus, with boldness. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ അടുത്ത കാര്യം പറയുന്നത്. അപ്പൊ ഈ ശക്തി ലഭിച്ച ശേഷം എന്റെ ജീവിതത്തിൽ എന്താ നടന്നത്? ഞാൻ അവിടെ ഒരു കാത്തലിക് സിസ്റ്റമായിട്ട് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിനു മുമ്പ്. അപ്പൊ ആ വീട്ടിൽ അനേകരെ കടന്നു വരാൻ തുടങ്ങി, അനേക സ്ത്രീകളെ, മർത്തോമ, യാക്കോബ, CSA, ലൂത്രൻ, കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അനേക സ്ത്രീകൾ അവിടെ കടന്നു വന്ന് അവരെല്ലാവരും, ഒരാളൊഴികെ ബാക്കി എല്ലാവരും പരിശുദ്ധാസ്നാനം പ്രാപിച്ചു. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. എങ്ങനെ? ടു ഫാൻ ഇൻ ടു ഫ്ലെയിം. നിങ്ങളുള്ള ഈ കൃപാവരം ജ്വലിപ്പിക്കുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. ചർച്ചിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ആത്മാവിൽ, പ്ലസ് ഇങ്ങനെയുള്ളൊരു സഭയില് ആത്മാവിൽ ആരാധിക്കാൻ എന്നുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. അതേസമയം എൻ്റെ ഭൗതിക ജീവിതത്തിലും ദൈവം വലിയ മാറ്റങ്ങളെ ചെയ്തു. അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനന്ന് ഇവിടെ US കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ന്യൂയോർക്കിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി കടന്നുപോയി. അപ്പം ജോലിക്ക് പോയപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വലിയൊരു ജോലി ചെയ്തപ്പോൾ ഞാൻ ഓപ്പൺ ഹാർട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. ദോഹയിൽ പോയപ്പോൾ അവിടെ ഓപ്പൺ ഹാർട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു, ദിസ് ഇസ് മൈ ഓൺലി എക്സ്പീരിയൻസ്, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ഓപ്പൺ ഹാർട്ട്. അപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്ത ആ ലേഡി ഒന്ന് സർക്കാസ്റ്റിക് ആയിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ നോ, you need to have this country's experience to go to open heart. Why don't you go to 8th floor? അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് 8th ഫ്ലോറിൽ പോകുന്ന ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ ദാറ്റ്സ് വെർ ദേ എന്നെ അവർ അപ്പോയിന്റ് ചെയ്ത് അവിടെ. അങ്ങനെ ഞാൻ 8th ഫ്ലോറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ എൻ്റെ പിതാവ് നാട്ടിൽ നിന്ന് വിളിക്കും. നാട്ടിൽ വിളിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും എന്നോട് ചോദിക്കും, മോളെ നിന്റെ പേഷ്യൻസിനോട് നീ സുവിശേഷം പറയാറുണ്ടോ? അതായത് നീ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, അതിന് നിനക്ക് ശമ്പളം തരുന്നു, പക്ഷേ സർവ്വലോകത്തേക്കാൾ വിലയേറി ആത്മാവുള്ള മനുഷ്യ ജീവിതങ്ങൾ, അവരോട് സുവിശേഷം പറയാൻ നീ കടംപെട്ടിരിക്കുന്ന മോളെ, നീ അവരോട് സുവിശേഷം പറയുന്നുണ്ടോ? എല്ലാ പ്രാവശ്യം വിളിക്കുമ്പോഴും അപ്പച്ചൻ ഈ ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം, എനിക്കത് വലിയ സുവിശേഷ താല്പര്യമൊന്നുമില്ല, ഐ കെയിം ഹിയർ. ഞാൻ വളരെ യങ്ങാണ്, ഐ വാസ് ഇൻ മൈ ഏർലി 20s. ഞാനപ്പം ഐ കെയിം ഹിയർ ഫോർ എ ലിവിങ്. അന്ന് നമുക്ക് എങ്ങനെയാലും ജീവിച്ചു പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ സൈജനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ട്രാക്ട് ഓർഡർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ട്രാക്റ്റുമായിട്ട് ഞാനൊരു ദിവസം ജോലിക്ക് പോയി, എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. അന്ന് നമുക്കറിയാം ഞാൻ 8th ഫ്ലോറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമുക്കറിയാം, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അന്നൊരു ചെറുപ്പക്കാരനായിരുന്നു എൻ്റെ പേഷ്യന്റ്. അങ്ങനോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു ട്രാക്ട് ഉണ്ട്, താങ്കൾക്ക് ഞാനത് തരട്ടെ? ഹി സെഡ് യെസ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത്, ശരിക്കും ഞാൻ നോക്കിയല്ല കൊടുത്തത് കേട്ടോ, അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് അങ്ങർക്ക് കൊടുത്തു. അപ്പൊ അതിലെഴുതിയിരുന്ന ഹോമോസെക്ഷുവാലിറ്റി ഈസ് ആൻ അബോമിനേഷൻ അൺടു ദ ലോർഡ്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആൻഡ് ഹി ഗോട്ട് ബിഗ് ടൈം ഒഫൻഡഡ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആയി. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ 10 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഹോസ്പിറ്റലിൽ നിന്ന്. എൻ്റെ നേഴ്സ് മാനേജറാണ്. അവരെന്നോട് പറഞ്ഞു, നിന്നെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, യു നീഡ് ടു കം ആൻഡ് സീ മീ ഇമ്മീഡിയറ്റ്ലി. ഞാനപ്പം പോയി അവരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്കറിയാമോ നിന്റെ ടൈറ്റിൽ രജിസ്റ്റേർഡ് നേഴ്സ്, യു ക്യാൻ കം ഹിയർ ആൻഡ് ഡു എ നേഴ്സസ് ജോബ് ആൻഡ് ഗോ ഹോം. റിലീജിയസ് ആയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ ഇങ്ങനെയുള്ള പ്രതികൾ കൊടുക്കാനോ യു ആർ നോട്ട് അലൗഡ്. ബൈ ലോ യു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡൂയിങ് ദിസ്. ഇനിയും നീ ഇത് റിപ്പീറ്റ് ചെയ്താൽ യു വിൽ ബി ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞ് ദേ റോട്ട് മീ അപ്പ്. ഇവരിത് പറയുക, എനിക്കൊരു ഭയങ്കര ഫിയർ. അതാണ് ഫിയർ എന്ന് പറയുന്നത്. എന്നെ അങ്ങ് ഗ്രിപ്പ് ചെയ്തു, ശരീരം ആസകലം അങ്ങ് ഗ്രിപ്പ് ചെയ്ത് എൻ്റെ വായ, നമ്മൾ ഈ സിപ്ലോക്ക് ബാഗൊക്കെ അടച്ചു പൂട്ടുന്ന പോലെ എൻ്റെ വായ ഞാൻ അടച്ചു പൂട്ടി ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചന് ഇങ്ങനെ USA വന്നിട്ടില്ല, അപ്പച്ചൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഐ കനോട്ട് ഡു ദിസ്, എൻ്റെ ജോലി എനിക്ക് വലുത്.
അത് അന്ന് ജോലിയാ നമ്മുടെ ജീവിതത്തിൽ വലുത്. മനസ്സിലായി? ഇതൊന്നും എനിക്ക് പറയാനുള്ള അവകാശമില്ല. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ ഇത് നടക്കുന്നില്ല. അങ്ങനെ ഞാൻ 2 വർഷം കൂടെ ആ യൂണിറ്റ് ജോലി ചെയ്യുക. ഞാൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജോലി ചെയ്ത് വരുമ്പോൾ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു, അന്ന് ഞാനത് മനസ്സിലാക്കിയില്ല. അന്ന് ഞങ്ങളുടെ യൂണിറ്റ് ദൈവം ക്ലോസ് ചെയ്ത് വെച്ചാൽ അവിടെയുള്ള നേഴ്സസിനെല്ലാം റീലൊക്കേറ്റ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അന്ന് നഴ്സിംഗിന്റെ ഡയറക്ടർ, അപ്പൊ ഞാൻ വലിയൊരു എടുത്ത റെസ്യൂമൊക്കെ അവരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഡയറക്ടർ എന്നെ നോക്കി വെച്ച് പറഞ്ഞു, അല്ല അവര് പറഞ്ഞു ലവ്ലി മാത്യു എന്റെ പേര് വിളിച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഐ സി യു ഹാവ് ഓപ്പൺ ഹാർട്ട് എക്സ്പീരിയൻസ്, വൈ ഡോണ്ട് യു ഗോ ടു ഓപ്പൺ ഹാർട്ട്. ഈ ലേഡി എന്നോട് പറയുക, അതായത് ഞാൻ ഇവിടെ വന്നപ്പം എന്നെ ഓപ്പൺ ഹാർട്ട് വിടണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നോ, യു കനോട്ട് ഗോ ടു ഓപ്പൺ ഹാർട്ട് എന്ന് പറഞ്ഞെടുത്ത് ഇവര് തന്നെ എന്നെ ഓപ്പൺ ഹാർട്ടിലോട്ട് അപ്പോയിന്റ് ചെയ്തു. ആ സമയത്ത് എന്നെക്കാൾ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള അനേകർ അവിടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ വഴി ഞാൻ അറിഞ്ഞു. പിറ്റിൽ നിന്ന് പാലസിലേക്ക്, അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് എയ്ഡ്സ് യൂണിറ്റ്, അവിടുത്തെ ടോപ്പ് മോസ്റ്റ് യൂണിറ്റിലേക്ക് ദൈവം എനിക്ക് ഉണ്ടല്ലോ ഒരു വലിയൊരു ട്രാൻസ്ഫർ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പരിശുദ്ധമായ സ്നാനം പ്രാപിച്ച ശേഷം ഈ കാര്യങ്ങൾ, അതുകൊണ്ട് ഇതിന് വേണ്ടി ആ സ്നാനം പ്രാപിച്ച, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ നോട്ടീസ് ചെയ്ത പ്രകടമായ വ്യത്യാസങ്ങൾ. അപ്പം എന്നെ അങ്ങനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ 6 മാസത്തെ ഒരു കോഴ്സ്, എന്റെ ഓറിയന്റേഷൻ എല്ലാം കഴിഞ്ഞ് എന്നെ തനിയെ ജോലിക്ക് ഇട്ടപ്പോൾ ഓരോ റൂമിലും ഇങ്ങനെ വീഡിയോ വെച്ചിട്ടുണ്ട് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അപ്പൊ നമുക്ക് ഒട്ടുമേ സുവിശേഷം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ പേഷ്യന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എന്റെ പുറം പേഷ്യന്റ് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഐ വി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു പാട്ട് പാടുന്നുണ്ട്, മൂളിപ്പാട്ട് പോലെ. ഉറക്കെയല്ല, പാട്ട് പാടുന്നുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. അപ്പം ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഐ വി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാ പാടിയത്, ഐ ബിലീവ് ഇൻ ജീസസ്, ഐ ബിലീവ് ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്, ഐ ബിലീവ് ഹി ഡൈഡ് ആൻഡ് റോസ് അഗൈൻ. അത് സുവിശേഷമാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് പാടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പം പേഷ്യന്റ് ബെഡേ കിടക്കുന്ന പേഷ്യന്റ് ഇങ്ങനെ വലത്ത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരുടെ പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓ മിസ് സോ വാട്ട് ഹാപ്പൻ, വൈ ആർ യു ക്രൈ? അപ്പൊ ഈ ലേഡി എന്നോട് പറയുക, എന്റെ പാട്ടിലൂടെ ദൈവം അവരോട് ഇടപെട്ടു. ഈ ലേഡി എന്നോട് പറയുക, I wanted to be a born again Christian for such a long time. എന്റെ സിസ്റ്ററെ, ഹല്ലേലൂയ, ബോൺ അഗെയിൻ എന്നുള്ള വാക്ക് എനിക്ക് കേട്ടപ്പോൾ എന്റെ അപ്പച്ചൻ എന്നോട് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നതായ കാര്യം, സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവുള്ള മനുഷ്യൻ, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയത്. ഹല്ലേലൂയ. ആ സമയം അവര് ഐ വാണ്ടഡ് ടു ബി ബോൺ അഗെയിൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മനസ്സിൽ എന്റെ മനസ്സ് 2 വർഷത്തിന് മുമ്പിലേക്ക് കടന്നുപോയി. സ്പ്ലിറ്റ് ഓഫ് ദി സെക്കൻഡ്ലി എന്തെല്ലാം ഹാപ്പൻ ചെയ്തു എന്ന് അപ്പച്ചൻ അവരോട് സുവിശേഷം പറയണമെന്ന് പറഞ്ഞത്, ഞാൻ അതിന് ട്രൈ ചെയ്ത് ഞാൻ ട്രാക്ട് കൊടുത്തത്, ബൈ ലോ യു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡൂയിങ് ദിസ്, യു കനോട്ട് ഡു ദിസ് എന്ന് പറഞ്ഞ് അവരെന്നെ റൈറ്റപ്പ് ചെയ്തതും എല്ലാം എന്റെ മനസ്സിലൂടെ ഒരു നിമിഷം കൊണ്ട് കടന്നുപോയി. എന്നിട്ട് എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരാൾ കമാൻഡ് ചെയ്ത് പറയുക, റൈറ്റ് നൗ ടോക്ക് ടു ഹർ. ഞാൻ പെട്ടെന്ന് അവരുടെ കൈ 2 കൂടെ കൂട്ടി അങ്ങ് പിടിച്ചു. ഞാൻ പറഞ്ഞു, മിസ് ആൻസോ റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോഴത്തേക്ക് ഒരു വലിയ ധൈര്യം എന്റെ ജീവിതത്തിലോട്ട് പോയി. ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഞാൻ സാൽവേഷൻ പറഞ്ഞ് പ്രയർ അവർക്ക് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ആ സാൽവേഷൻ പ്രയർ അവർ ആർത്തിയോടുകൂടി അത് ചൊല്ലി. അപ്പൊ എനിക്ക് തോന്നുന്നത് 2 ആഴ്ചയായിട്ട് ഒരാള് വെള്ളം കുടിക്കാതിരുന്നേച്ചും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് എത്ര ആർത്തിയോട് കുടിക്കും, അതുപോലെ ആർത്തിയോടുകൂടെ എന്റെ മുന്നില് ഒരു ലേഡി, അതിന് മുമ്പും അതിന് പിമ്പും ഒരാൾ എന്റെ മുന്നിൽ വന്ന് എനിക്ക് ബോൺ അഗെയിൻ ആകണമെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവം എന്റെ മുമ്പിൽ ഒരാളെ കൊണ്ടിട്ടേച്ചും ഇതിന്റെ ഉണ്ടല്ലോ അതിന്റെ വലുപ്പം എനിക്ക് മനസ്സിലാക്കി തന്നു. സോ അവരാ ബോൺ അഗെയിൻ ആയി, ഐ വാക്ക്ഡ് ഔട്ട് ഓഫ് ദാറ്റ് ടു ലിബറേറ്റഡ്. അന്ന് 2 വർഷം എന്നെ ഭരിച്ചിരുന്ന ആ നുഖത്തെ, ഫിയറിന്റെ അഭിഷേകം വിൽ ബ്രേക്ക് ദ യോക്ക് ഓഫ് ഫിയർ, ദ യോക്ക് ഓഫ് ഡിപ്രഷൻ, ദ യോക്ക് ഓഫ് സിക്നസ്. അതാ നുഖങ്ങളെ തകർക്കുന്ന, പുഷ്ടി നിമിത്തം നുഖം തകർന്നു മാറി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനതുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിന് തകർക്കാൻ കഴിയാത്ത ഒരു ഏറിയായില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ ഈ ദിവസങ്ങൾ ധൈര്യമേറ്റെടുക്കണം. നമ്മളെ അന്ന് ആ ഭയത്തെ ദൈവം അറുത്തു മാറ്റി. എന്നിട്ട് എനിക്ക് മനസ്സിലായി, എന്റെ പിതാവ് പറഞ്ഞതാണ്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ദൈവം കൽപ്പിക്കുന്നു, ഗോഡ് ഡിമാൻഡ്സ്, ദൈവം കൽപ്പിക്കുന്നു. എന്നിട്ട് എന്റെ കോളിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് 16 more years ആ യൂണിറ്റി ദൈവം എന്നെ നിർത്തി. ആ ഹോസ്പിറ്റലിലെ ടോപ്പ് യൂണിറ്റ്, അനേക കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുന്നതിന് ആ യൂണിറ്റ് മുഖാന്തരമായി തീർന്നു. കാരണം വലിയ ആൾക്കാർ അവിടെ കടന്നു വരാറുണ്ട്. വലിയൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടർ, വലിയൊരു ഫേമസ്
ആളായിരുന്നു. അതുകൊണ്ട് ഈവൻ രാജാക്കന്മാര് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റില് പ്രസിഡൻസ് ഇവരൊക്കെ കടന്നു വരും. അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഉണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിന്റെ എംപ്റ്റിനെസ്, അവരെ വന്ന് ദേ ആർ ട്രൈങ് ടു ബൈ ദെയർ ലൈഫ് ബാക്ക് വിത്ത് ദെയർ മണി. ഇതെല്ലാം കണ്ടിച്ച് ദൈവം എന്നോട് ചോദിക്കും, ഇതാകുന്ന ജീവിതമെങ്കിൽ ഞാനിതെന്റെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നതിന്, ബലവാൻ തന്റെ ബലത്തെ പ്രശംസിക്കുന്നതിന്, ധനവാൻ തന്റെ ധനത്തെ പ്രശംസിക്കും. അവിടെ വെച്ചാ നമ്മൾ വിചാരിക്കും നമ്മൾക്കെല്ലാം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തെല്ലാം അണ്ടർ കൺട്രോൾ എന്ന് നമ്മൾ വിചാരിക്കും. വി ഹാവ് നത്തിങ് അണ്ടർ കൺട്രോൾ. ദൈവമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ യൂണിറ്റിൽ വെച്ച് ദൈവം എന്നെ മനസ്സിലാക്കി. അതുപോലെ എല്ലാ ജീവിതവും അവിടെ അനേകര് വന്ന് ക്രൂസിലെ കള്ളന്റെ പോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ അനേകര് മരിക്കുന്നതിന് മുമ്പായിട്ട് സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തു മാത്രമാണ് ഏക ലോകരക്ഷിതാവ്, അവനെ കൂടെ അല്ലാതെ അങ്ങനെ അനേകരോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം എന്റെ കോളിംഗ് അതാണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സഹായിച്ചു. അത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ എംപവർ ടു ട്രാൻസ്ഫോം ദ വേൾഡ് അറൗണ്ട്, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. നമുക്ക് അഭിഷേകം ആവശ്യമാണ്. ഇന്ന് അതിന്റെ സാധ്യതകൾ വളരെ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമിംഗ് ആണിപ്പോൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കിന്ന് ലോകത്തോട് വിളിച്ചു പറയാം, ഈ ജോയ്സ് ടിവിയിലൂടെ പ്രീ സിസ്റ്ററിലൂടെ എനിക്ക് ദൈവം നൽകി തന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ കടന്നു വരത്തക്കൊണ്ട് എന്നോട് കാണിച്ച ആ ദയ, ആ കരുണ, അതെന്റെ ജീവിതത്തിൽ ഒത്തിരി വലുതാണ്. ആർക്കെല്ലാം അത് വലുതല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞെടുത്തോളം ഹല്ലേലൂയ, അഭിഷേകം വളരെ മുഖത്തെ തകർക്കുന്ന എംപവർ ടു ട്രാൻസ്ഫോം ദ വേൾഡ് അറൗണ്ട്. അതാണ് ഒന്നാമത്തെ എന്റെ സാക്ഷ്യം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിന്റെയും നീതിയുടെയും പാത നടത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ദൈവിക ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. പാപം, നീതി, ദൈവിക ന്യായവിധി, ഇംപെൻഡിങ് ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. ഒരു വലിയ ജഡ്ജ്മെന്റ് കടന്നു വരുന്നുണ്ട് അപ്പോൺ ദ ഹ്യൂമൻ റേസ്. നമുക്കറിയാം സോദോം ഗോമോറയുടെ മേൽ ജഡ്ജ്മെന്റ് കടന്നു വന്നു. അതിനുശേഷം നോഹയുടെ വെള്ളങ്ങളെ പറ്റി നമുക്കറിയാം. പക്ഷെ ദൈവം ആകാശത്തിൽ തന്റെ വില്ല് വെച്ച് ഇനി ഭൂമി ഒരിക്കലും വെള്ളത്താൻ നശിപ്പിക്കില്ല. എന്നാൽ ഇനി അന്ത്യ ന്യായവിധിയിൽ ദൈവം ഒരു വലിയ ഇംപെൻഡിങ് ജഡ്ജ്മെന്റ് ഓഫ് ഗോഡിനെ പറ്റി നമുക്ക് അറിവ് തരുന്നതും അനേക്കുള്ള ദൈവിക ഭയം തരുന്നതും ഒരു ഹോളി ഫിയർ നൽകി തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹി ഹാസ് പ്ലാന്റഡ് ഇറ്റേണിറ്റി ഇൻ യുവർ ഹാർട്ട്. നമുക്ക് ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതിയിൽ വീഴരുതേ, നിത്യാതിയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യാതിയിൽ വീഴരുതേ, നിത്യാതിയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഘോരമായൊരു നാളുണ്ട്, ഭീകരമത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ആരവിടെ നിൽക്കും ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മേക്ക് ഷുവർ നമ്മുടെ പേര് ഇസ് റിട്ടേൺ ഇൻ ദ ലാംസ് ബുക്ക് ഓഫ് ലൈഫ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരുന്നു. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇംപെൻഡിങ് ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് മനുഷ്യവർഗത്തിന്മേൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കൃപയുടെ വാതിൽ അടിയുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളൊക്കെ കടന്നു വരുവാൻ തൊക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ മാടി വിളിക്കുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ സകല സത്യത്തിലും നീതിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ്. എന്റെ ജീവിതത്തില് ഈ ദേശത്ത് നമ്മളായിരിക്കുമ്പോൾ എനിക്ക് ദൈവം മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷൻ, നമ്മളെല്ലാ ജീവിതത്തിൽ വി ക്യാൻ ഇൻവോൾവ് ഹോളി സ്പിരിറ്റ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ സ്മോൾ ആൻഡ് ബിഗ് ഡീറ്റെയിൽസ്, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്, കർത്താവേ ബി ദൗ ഇൻവോൾവ്ഡ് ഇൻ എവറി സ്മോൾ ആൻഡ് ബിഗ് ഡീറ്റെയിൽസ് ഓഫ് മൈ ലൈഫ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു എസ്പെഷ്യലി ബിഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ മേജർ ഇഷ്യൂസ് ഇൻ ലൈഫ്, മേജർ ഇഷ്യൂസില് ഇൻ ലൈഫിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ നമ്മളെ പരിശുദ്ധ ദൈവസന്നിധി കൺസൾട്ട് ചെയ്യണം. പ്രാർത്ഥനയിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാടിക്കയറി ഒരു ഡിസിഷൻ എടുക്കരുത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ, ദേ ആർ സക്സസ്ഫുൾ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫെയിലിയർ ഇൻ ലൈഫ്.
എല്ലാവരും എഡ്യൂക്കേഷൻ, നോളജ് ഒത്തിരി ഉണ്ട്. സോ സക്സസ്ഫുൾ ഇൻ എഡ്യൂക്കേഷൻ, വളരെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ലൈഫിൽ അവർ ടോട്ടൽ ഫെയിലിയർ ആകുന്നു. കാരണം വചനം അറിയത്തില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല അവർക്ക്, അവരുടെ സ്വന്തം ബുദ്ധിയിൽ അവർ ഊന്നുന്നത്. Proverbs chapter 3 എന്നാ പറയുന്നത്, trust in the Lord with all your heart, lean not on your own understanding, in all your ways acknowledge him and he shall direct you. നമ്മളെ എല്ലാ വഴികളിലും ദൈവത്തെ അക്നോളജ് ചെയ്യണം. അതിനുള്ള മേജറായിട്ട് ഞാൻ ഇതിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാരേജ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, മാരേജ്, the girl or the boy who comes to our house, either they can make our house or break our house. നെക്സ്റ്റ് സാൽവേഷൻ ഞാൻ ബിലീവ് ചെയ്യുന്നത്, ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് മാരേജാണ്. നമ്മൾ വളരെ പ്രാർത്ഥിച്ച് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് ക്ലിയർ ആലോചന, ഒരു വേഗമായിട്ടുള്ളതല്ല, ക്ലിയർ ആയിട്ട് ദൈവം നമ്മളോട് ഇടും. ഒന്നീ വചനത്തിലൂടെ അല്ലെ ഡ്രീമിലൂടെ, എങ്ങനെയായാലും ദൈവം അതിനെപ്പറ്റി ഒരു പീസ് നമ്മുടെ ഹൃദയത്തിൽ തരും. അങ്ങനെ ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ പൈതങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കൂടെ ദൈവവചനം അനുവാദം തരുന്നുള്ളൂ. അല്ലാത്തവരുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ എന്ന് പറഞ്ഞ വലിയ വലിയ ആൾക്കാരുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സോളമൻ. ശലോമൻ ആരായിരുന്നു? നിന്നെ പോലെ ജ്ഞാനിയ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകില്ല ദൈവം പറഞ്ഞു. ജ്ഞാനം കൊണ്ട് നിറച്ച് 3 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോട് കൂടിക്കലർച്ചയരുത്, അവർ അവരുടെ ദേവന്മാരിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ വശീകരിച്ച് പറയുമെന്ന് എഴുതപ്പെട്ടിരുന്ന എന്ന് പറഞ്ഞ് യഹോവ അരുളി ചെയ്ത അന്യജാതിക്കാരായ സ്ത്രീകളോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിയിരുന്നു. എന്നിട്ട് ഇത്രയും ജ്ഞാനമുള്ള ശലോമോൻ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, യെരുശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യ മ്ലേച്ഛ വിഗ്രഹമായ മോലക്കിനും അമ്മോന്യ വിഗ്രഹമായ കെമോഷിനും അവൻ പൂജാഗിരികളെ പണിതു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വാട്ട് ഗുഡ് വാസ് ഇറ്റ് ഫോർ ആ ജ്ഞാനം കൊണ്ട് ആക്ച്വലി ആത്യന്തികമായി എന്ത് നന്മയുണ്ടായി? അങ്ങനെ അതുകൊണ്ട് ആ മാരേജിന്റെ വിഷയത്തിലാണ് ശലോമന് ഭയങ്കരമായ അധോഗതി ഉണ്ടായത്. എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, രാജ്യത്വം നിങ്ങളിൽ നിന്ന് പറിച്ച് ഞാൻ നിന്റെ ദാസന് കൊടുക്കും. രണ്ടാമത്തെ ആള് യഹോശാഫാത്ത്. യഹോശാഫത്തിനെ പറ്റി പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവ്, യഹൂദയുടെ രാജാവായ യഹോശാഫാത്ത്. അദ്ദേഹം തന്റെ ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞ പുരുഷ മൈതനക്കാരെ ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ദൈവത്തെ മ്ലേച്ഛത എന്ന് പറയുന്നതിനെ ദേശത്ത് നീക്കിക്കളഞ്ഞു. പിന്നീട് പറഞ്ഞു, ബെർശേബ മുതൽ എഫ്രൈം മലനാട് വരെ അവൻ ദേശത്തെല്ലാം ചുറ്റി സഞ്ചരിച്ചു, ജനത്തെ തന്റെ ദൈവമായ യഹോവയിലേക്ക് മടക്കി വരുത്തി. ഹല്ലേലൂയ. അത് ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ 2 അന്യഭാഷ പറയും. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം. തന്റെ ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് ജനത്തെ തന്റെ ദൈവമായ യഹോവയിലേക്ക് മടക്കി വരുത്തുമാറാക്കി. ഞാനിന്ന് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഭവനത്തില് നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ, നമ്മൾ US കൾച്ചറോ ഇന്ത്യൻ കൾച്ചറോ അല്ല, ബിബ്ലിക്കൽ കൾച്ചർ നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ. നമ്മൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നവരാണോ? നമ്മൾക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ ഇൻഫ്ലുവൻസുള്ള ആൾക്കാരെ ദൈവമായിരിക്കുന്ന യഹോവ, സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തു, ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു, ഹോളി ബൈബിളിലേക്ക് മടക്കി വരുത്തുന്നവരാണോ നമ്മളെ തന്നെ ഒന്ന് ശോധനയാണ്. നമുക്കറിയാം, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ കൺട്രി US, ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ച ഈ കൺട്രിയിൽ ഇന്ന് ദൈവത്തിന്റെ സത്യദൈവമായതിന്റെ പേര് മാത്രം പറയാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം മ്ലേച്ഛതകൾ ഇവിടെ അരങ്ങേറുക. എല്ലാവർക്കും അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. അത്രമാത്രം ദൈവത്തിൽ നിന്ന് ഈ രാജ്യത്തെ അകറ്റിക്കളഞ്ഞു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇപ്പോഴുള്ള ഇനിയുള്ള കാലത്ത് ദൈവത്തിങ്കിലേക്ക് ഈ രാജ്യം മടങ്ങി വരത്തക്കണം. ഓരോ രാജ്യങ്ങളും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുത്തണം. അപ്പൊ ഞാൻ പറഞ്ഞത്, യഹോശാഫാത്ത് അത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ അന്വേഷിച്ച യഹോശാഫാത്തിന് എന്താണ് ഇടിവ് പറ്റിയത്? അതായത് യഹോശാഫാത്തിന്റെ മക്കളും അവരുടെ മക്കളും ദൈവത്തിന് എന്നേക്കുമായി മാറത്തക്കവണ്ണം അവിവാഹത്തിന്റെ കാര്യത്തിൽ. കാരണം യഹോശാഫാത്തിന്റെ മകൻ യഹോരാം, ആഹാബ്, ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകളുമായി സംബന്ധം കൂടി കല്യാണം കഴിച്ചു. കല്യാണത്തിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും ചെയ്ത നന്മയ്ക്ക് ആ തിന്മയുടെ വലുപ്പം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് യഹൂദ രാജാവായ യഹോശാഫാത്തും ഇസ്രായേൽ രാജാവായ ആഹാബുമായി ആഹുമായി സംബന്ധം കൂടി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആഹാബിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബ്. അതിന് കാരണം എന്നാ? ആഹാബ് ഒരു കല്യാണം കഴിച്ചു. ജാതീയ രാജാവായ സീദോന്യ രാജാവിന്റെ മകൾ ഇസബേൽ, അവള് എന്തോ കൊണ്ടുവന്നറിയോ? അശേരയുടെയും ബാലിന്റെയും വ്യാപാര ശക്തി കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് നിറച്ചു. സത്യദൈവമായിരിക്കുന്ന ഇസ്രായേലിനെ ഹല്ലേലൂയ. അശേരയുടെയും ബാലിന്റെയും ഇതിങ്ങനൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ ഒരു എരിവ് വരണം.
നമ്മൾ ക്രിസ്ത്യനാന്ന് പറഞ്ഞ് നമ്മൾ പാസീവായിട്ട് ഇരിക്കരുത്. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ. ഐ റിയലി, ഞാൻ എപ്പോഴും പറയും, ദിസ് ഈസ് സപ്പോർട്ട് ടു ബി എ ക്രിസ്ത്യൻ കൺട്രി. ഹൗക്കം നമ്മുടെ അപ്പം ഈ ഇസബെല്ല് അവള് അശേരയുടെയും ബാലിന്റെയും വ്യാപാര ശക്തി കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് നിറച്ചു എന്ന് പറഞ്ഞ് അന്യ ആരാധനയുടെ ശക്തി ഉണ്ട്. ഞാനല്ലാതെ 10 കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞ് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞ തീഷ്ണതയുള്ള ദൈവത്തിന്റെ ഇസ്രായേൽ രാജാവ് ആഹാബ് തന്നെത്താൻ വിറ്റുകളഞ്ഞു. അവനെ ഈ ഇസബേൽ ആലോചനക്കാരി, അവരുമായിട്ട് യഹോശാഫാത്ത് സംബന്ധം കൂടി. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന, കേരളത്തിൽ വരുന്ന നമ്മുടെ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദി ലോർഡ്. അതിൽ 1-ാമത്തെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം മാരേജ്. അവിടെ തെറ്റിപ്പോയി, എല്ലാം തെറ്റിപ്പോയി. അതുകൊണ്ട് ദൈവസന്നിധി ഉപവാസത്തോടുകൂടെ, ഉപവാസം നിന്ന് പോകാത്ത, പ്രാർത്ഥന നിന്ന് പോകാത്ത, ആത്മീയ ആരാധന നിന്ന് പോകാത്ത, ദൈവവചന ധ്യാനം നിന്ന് പോകാത്ത ഭവനങ്ങളാണോ എന്ന് ഈ 2024 അവസാന നിമിഷങ്ങൾ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. ഇതൊക്കെയാണ് നമ്മളൊരു ക്രിസ്ത്യനായിട്ട് നമ്മളെ നിർത്തുന്നത്. അല്ലാതെ നമ്മുടെ പേര് മീഡിയയായി വരുന്നോ, നമ്മുടെ ഇതിലൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ വചനം 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സാമാന്യ ജനം വിശ്വാസവും ശ്രേഷ്ഠജനം പോഷ്കുമത്രേ, തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. ശ്രേഷ്ഠമെന്ന ഈ ലോകം കാണുന്ന ദൈവത്തിന്റെ സന്നിധി വട്ടപൂജ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം എന്തിനെ ശ്രേഷ്ഠമെന്ന് കാണുന്നു, ഈ ദിവസങ്ങൾ അവനെ കാണുന്നുവെങ്കിൽ ഈ ലോകത്തിൽ വരുവാനുള്ള ലോകത്തിൽ നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ തക്കണം, ദൈവത്തിനെ നേരോടുകൂടെ നിൽക്കുവാൻ തക്കണം, അവൻ നമ്മളോട് കാര്യം തീർക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിപ്പാൻ തക്കണം നമ്മളെ സഹായിക്കും. അപ്പൊ യഹോശാഫാത്തിന്, അതായത് നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു പരിശുദ്ധാത്മാവ് നമ്മളുടെ, അതാണ് ഞാൻ 3-ാമതായിട്ട് പറഞ്ഞത്. പിന്നീട് നമ്മള് അതിൻ്റെ അകത്ത് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മണി പറയാൻ തൊക്കെ ആഗ്രഹിക്കുന്നത് 2 Corinthians chapter 10 verse 3 and 4 ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മളെ ജഡപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിലും ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, എന്നാൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ നമ്മളൊക്കെ പിശാചിന്യമായിട്ടുള്ളത് ആത്മീയ യുദ്ധമാണ്, സ്പിരിച്വൽ വാർഫെയർ. നമുക്ക് ഇപ്പൊ സാത്താനെ തോക്കൊണ്ട് വെടിവെക്കാൻ പോകും ഇല്ലേ? അപ്പൊ സ്പിരിച്വൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള. അതായത് പിശാചി നമ്മൾക്കെതിരെ നമ്മൾ അറിയാതെ കോട്ട കെട്ടിക്കൊണ്ടിരിക്കുക. നമ്മളെ തകർക്കാൻ വേണ്ടി അവനെ രാവും പകലും, അത് നമ്മൾ അല്ലാതെ അവൻ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കരുത് അവൻ നമ്മളെ വിട്ടുപോയെന്നോ. എപ്പോഴും ഒരു ദൈവവേദനോടെ അവന് ദേഷ്യമാണ്. അത് നമ്മൾ അറിയണം. നമുക്കറിയാം ഇവിടെ 9/11 ഹാപ്പൻ ചെയ്തപ്പം അൽ-ഖൈദ അമേരിക്കയെ അവരറിയാതെ നിന്നപ്പോ അവരെ അടിച്ചു, അവരുടെ ട്വിൻ ടവർ താഴെ ഇട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ ഇവൻ ഏത് നിമിഷവും നമ്മളുടെ വീക്ക് പോയിന്റ് നമ്മളെ അടിച്ച് താഴെ ഇടാനായിട്ട് അലറുന്ന സിംഹം പോലെ. അതുകൊണ്ട് പറയുന്നത്, സ്വഭാവം നിനക്കെതിരെ കയർത്തു വരുന്നു, കൊട്ട കാത്തുകൊള്ളുക, അരമുറക്കുക, വഴിയെ സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കും. കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ള പോയിന്റ് ആയത്. ഞങ്ങളുടെ ജീവിതത്തിലൊരു സംഭവം നടന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു 21 day ഫാസ്റ്റിംഗ് ഇരുന്നായിരുന്നു. 21 day ഫാസ്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷമായിട്ട് സഭയൊക്കെ വളരെ ഉണർത്തപ്പെട്ടു, അനേകരെ ആത്മാഭിഷേകം പ്രാപിക്കാൻ തക്കൊണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഏറ്റവും ഒടുവിൽ 21 day ഫാസ്റ്റിന്റെ ഒടുവിലായിട്ട് ഞങ്ങളുടെ ഭവനത്തില് കുറച്ച് പേര് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ അതിലൊരു അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അപ്പച്ചനും അമ്മച്ചി ഇൻ കേസ് ബിരിയാണി കഴിച്ചില്ലെങ്കിലോ എന്ന് വെച്ച് ഇച്ചിരി ചോറ്, സാധാരണ നമ്മുടെ ചോറ് ഇട്ടു. ചോറിട്ടേച്ചും പോയി നന്നായിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊന്ന് ശരിക്കും നന്നായിട്ട് തിളച്ച് വെച്ചത് ഓഫ് ചെയ്യാന്ന് പറഞ്ഞ് തീ കൂട്ടി വെച്ചിട്ട് വെളിയിൽ പോയി സാരിയൊക്കെ മാറി കുഞ്ഞുങ്ങളെയും റെഡിയാക്കി ഞങ്ങൾ അങ്ങ് പള്ളിയിൽ പോയി. അപ്പൊ ഇത് 8 മണിക്ക് നടക്കുന്ന സംഭവമാണ്. പള്ളിയിൽ പോയി ഒരു 1 മണിയായി, തിരുവത്താഴ്ചന് തൊട്ട് മുമ്പാ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, അയ്യോ ഞാൻ തീ കൂട്ടി വെച്ച് ഓർക്കുന്നുണ്ട്, പിന്നെ വാർത്തിട്ടില്ല, തീ ഓഫ് ചെയ്തിട്ടുമില്ല. ഞാൻ ചാടി എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടി സൈന്യാന്റെ അടുത്തേക്ക് പറഞ്ഞു, നമുക്ക് വീട്ടിൽ ഉടനെ പോകണം, എനിക്ക് തോന്നുന്നില്ല ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ കയറി ഞങ്ങളുടെ വീട്ടിലോട്ട് വരിക. ശ്വാസം വിലങ്ങിയതുപോലെ, മിണ്ടാനൊക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് മിണ്ടാനൊക്കുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് മുഴുവൻ വലിയ സ്മോക്ക് പോകുന്നു, ഫയർ എഞ്ചിൻ വരുന്നു, ഫയർ എഞ്ചിൻ വന്നു, ഞങ്ങളുടെ വീടെല്ലാം കത്തി, ആൾക്കാരെല്ലാം അവിടെ എല്ലാം ആൾക്കാർ കൂടി നിൽക്കും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടോണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വളരെ ഞാൻ പറഞ്ഞില്ല, മിണ്ടാനോ ശ്വാസം ഉമിനീരിറക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള എക്സിറ്റ് എടുത്തു. അപ്പം സൺഡേ ആയതുകൊണ്ട് വളരെ വിജനം, എല്ലാം വളരെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ ചെന്നു, ഞങ്ങളുടെ ഡ്രൈവേ, ഞാൻ അവിടെ ചെന്നപ്പോൾ സ്മോക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. സ്മോക്കില്ല, ഫയർ എഞ്ചിനില്ല, ആളുകളില്ല. ഞങ്ങളുടെ ഡ്രൈവേ പോയി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. സഞ്ജാന്തിനെ വീട് തുറന്ന് ഞങ്ങൾ ചെന്ന് അവിടെ അതിൻ്റെ അകത്ത് വീട്ടിൽ കയറിയപ്പോൾ ഒരു ഉണ്ടല്ലോ മണവും ഒന്നുമില്ല. സാധാരണ നമുക്കറിയാം എന്തെങ്കിലും ഒന്ന് കത്തി, ഇച്ചിരി നേരം ഒന്ന് കത്തി, എന്തോ സ്മെല്ലാണ് നമ്മുടെ വീട് മുഴുവൻ. അത് പോകണമെങ്കിൽ എത്ര ദിവസം എടുക്കും. എന്നാൽ ഇതൊന്നുമില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പം തീ അപ്പോഴും കത്തുന്നുണ്ട്.
തീ അപ്പോഴും കത്തുന്നു. ഞാൻ ചെന്ന് തീ ഓഫ് ചെയ്തു. ദൈവമക്കളെ, ആ ചോറ് വെന്ത് മഞ്ഞ കളറിൽ അതിനോട് താഴെ പറ്റിയിരുന്നു. ഇതിന്റെ വാട്ട് ഈസ് ദ സയന്റിഫിക് എക്സ്പ്ലനേഷൻ? 4-5 മണിക്കൂർ ഹൈ തീയിലിരിക്കും. അപ്പോഴും ഹൈ തീയില് ഓടോണ്ടിരുന്നത് ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് നശിച്ച്. അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അല്പം പൈസ കൊണ്ട് ഞങ്ങൾ മേടിച്ചൊരു വീട് നമ്മളെ കംപ്ലീറ്റ് ഡിസപ്പോയിന്റഡ് ആയി, ഡിസ്കറേജ്ഡ് ആക്കി, നമ്മളെ നശിപ്പിച്ച് പിശാച് നമ്മളെ ദൈവത്തിന്റെ ദൂതൻ അതിലിറങ്ങിയത് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ദൈവത്തിന്റെ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല. അവിടെ ദൈവം പ്രവർത്തിച്ചു. അതുകൊണ്ട് നമ്മളിത് മറന്നു പോകണമെന്നല്ല, നമ്മളിങ്ങനെ നമ്മള് ബുദ്ധിയില്ലാതെ അങ്ങനെ ചെയ്യണമെന്നല്ലാതെ ഞാൻ പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ ദൈവം നമ്മളെ താങ്ങുന്ന കരങ്ങൾ ഓർത്ത്, അതാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോൾ ഫ്ലാറ്റ്, മുഖം അടിച്ച് താഴെ വീണ് ഫ്ലാറ്റ് ആകുന്ന എത്രയോ സാഹചര്യങ്ങളിൽ ഉന്നതനായ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലില്ലായിരുന്നു എന്നേ ജീവിതത്തിൽ തോറ്റുപോയനുമായിരുന്നു പല കാര്യങ്ങളിൽ. എന്നാൽ ഈ ദൈവം നമ്മളോട് കൂടെയുള്ളതായിരിക്കും ഒരു ദൈവം. അത് തന്നെയാണ് എസ്തറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം എന്ന വാക്കില്ലാത്ത എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം ദൈവത്തിന്റെ പ്ലാൻ ഓഫ് ഗോഡ് അൺഫോൾഡിങ് ഇൻ ദാറ്റ് ആ പുസ്തകത്തില് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് എന്താ? ആഗാഗ്യനായ ഹമ്മദായുടെ മകനായ ഹാമാൻ, യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ. ഏത് യഹൂദന്മാരെ പറ്റി? അവരെന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ആ യഹൂദന്മാരെ ആബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നുമുടിക്കാൻ നിൽക്കണം. 1-ാം മാസം 13-ാം തീയതി ഹാമാൻ ഒരു പദ്ധതി ഒരുക്കുക. വളരെ തന്ത്രപൂരം രാജാവിന്റെ മുദ്രബോധനം മേടിച്ച് രാജാവിനെ പാട്ടിലാക്കി വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ട് 1-ാം മാസം 13-ാം തീയതി അവനൊരു വിധി എഴുതി. എന്തുവാ? 12-ാം മാസം 13-ാം തീയതി ഇവരെ കൊന്നുപിടിക്കണം, പൂരെന്ന് ചൂട്ടിടുക. ദൈവത്തിന്റെ മക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ 2025 തുടങ്ങുക. ഇവൻ ജാനുവരിയിലെ നമുക്കെതിരായിട്ട്, അതായത് ജാനുവരി 13-ന് എഴുതിയേക്കുക, ഡിസംബർ 13-ന് നമ്മളെ കൊന്നുമുടിക്കണം. മനസ്സിലായി? നമ്മൾക്കെതിരെയുള്ള പദ്ധതി ഇവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നാ പറയുന്നത്? ഇസ്രായേലിന്റെ പരിപാലനം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേലിന്റെ പരിപാലനുണ്ട്. ദൈവം അവന് അതിരായിട്ട്, ജീസസ് ഈസ് അബവ് ഓൾ, ഫാർ അബവ് ഓൾ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. അപ്പൊ നമ്മുടെ ദൈവം എന്നാ ചെയ്തത്? അവിടെ തന്നെ നമുക്കറിയാം, അവിടെ എന്തുവാ ദൈവത്തിന്റെ പ്ലാനില് അവിടെ ഒരു മൊർദെഖായിക്ക് അറിവ് കൊടുക്കുക, പ്രാർത്ഥിക്കുന്ന മൊർദെഖായി. ദാറ്റ്സ് വൈ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാത്തതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. രാക്കാലങ്ങൾ, യാമാരങ്ങൾ എഴുന്നേറ്റ് ദൈവസന്നിധി ഇടുന്നെന്ന് നമ്മളുടെ കടക്കാര് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാതിരിപ്പാൻ തൊക്കെ നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടുന്നെന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവം നമുക്ക് അറിവ് തരും. അതാ ദൈവത്തിനെ പറഞ്ഞത്. അബ്രഹാമിനോട് എന്നാ പറയുന്നത്? സോദോം ഗോമോറ മഹക്കിച്ചുകൊണ്ട് ഞാൻ എന്റെ ദാസനെ അബ്രഹാമിനോടൊന്ന് മറച്ചു വെക്കുമോ? അപ്പം പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് അറിവ് കൊടുത്തു, മൊർദെഖായി എസ്രേലിന് അറിവ് കൊടുത്തു. അപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അഗാഗ്യനായ ഹമ്മദായുടെ മകനായ ഹാമാൻ, യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ 1-ാം മാസം 13-ാം തീയതി 12-ാം മാസം 13-ാം തീയതി ഇവരെ കൊന്നുമുടിക്കുകയാണ്. പൂരെന്ന് ചീട്ടിടുമ്പോൾ എസ്തർ ചാപ്റ്റർ 3 വേഴ്സ് 15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്നെ ഒത്തിരി ഉണ്ടല്ലോ, എന്നെ അങ്ങ് ഒത്തിരി ബലപ്പെടുത്താറുണ്ട്. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി ഇത് കേട്ടപ്പോൾ. എന്നാൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത് ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. എന്നാൽ 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. റീസൺ, ഈ 5 അധ്യായങ്ങൾക്കുള്ളിൽ എന്താ അവിടെ നടന്നത്? എസ്തർ അവിടെ ഒരു ഫാസ്റ്റിംഗ് എടുക്കും, 3 days ഫാസ്റ്റിംഗ്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഫാസ്റ്റിംഗ് മാറ്റിക്കളയരുത്. യേശു കർത്താവ് 40 days ഫാസ്റ്റിംഗ് എടുത്തു. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകളാണ്. ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ ഈ പൂരെന്ന ചീട്ടിനെ പൂരിമാക്കി വരും. ഏത് ഹാമാൻ മൊർദെഖായിക്ക് തൂങ്ങാൻ വേണ്ടി കഴിവുമരം കൊടുക്കുക, ആ കഴിവുമരത്തിൽ ഹാമാനും അവന്റെ 10 പുത്രന്മാരും തൂക്കപ്പെടുകയാണ്. ഇവൻ മൊർദെഖായി മാത്രമാ കയറ്റാൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. ദൈവം അവന്റെ 10 പുത്രന്മാര് ദുഷ്ടന്റെ ചെങ്കോൽ ഒടിഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു, കല്ലുരുട്ടുന്ന മേൽ അവൻ അത് തിരിഞ്ഞുരുളും. വളരെ തന്ത്രപൂരം, വളരെ സ്ലോ ആയിട്ട്, ഇവരാരും അറിയാതെ 5 മൈൽ സ്പീഡിൽ ഹാമാൻ കല്ലുരുട്ടുക ഇല്ലേ. 1-ാം മാസം തൊട്ട് വിതിൻ എ പീരീഡ് ഓഫ് 11 months 12-ാം മാസം ഇത് ചെന്ന് കൊള്ളണം. എന്നാൽ ദൈവം എന്നാ ചെയ്യുന്നത്? 50,000 മൈലിൽ ഇവർ ഉരുട്ടിയ കല്ല് തിരിഞ്ഞുരുക്കും. അത് അവനെ, അവന്റെ പുത്രന്മാർ, അവന്റെ കുടുംബത്തെയും കൊണ്ട് അവൻ പോയി. അത് മാത്രമല്ല, പിന്നീട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഹാമാന്റെ ഭാര്യ സേരശ് അവനോട് പറയുക, മൊർദെഖായി യഹൂദനാകുന്നെങ്കിൽ നീ അവനെ ജയിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? സാക്ഷാൽ യഹൂദനാണ് നമ്മളെങ്കിൽ, ഹൃദയത്തിന്റെ പരിച്ഛേദന ചെയ്ത വീണ്ടും ജനിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലാണെങ്കിൽ നോ പവർ ഓഫ് ഹെൽ. ഞാനത് വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. എത്ര വലിയ പദ്ധതിയുമായിട്ട് പിശാചോ
ആരും നമുക്കെതിരെ വന്നാലും അതിൽ നമ്മളെ വിടുവിക്കുക. അതുകൊണ്ടാണ് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള പോരിന്റെ ആയുധങ്ങൾ. ഹല്ലേലൂയ. കോട്ടകളെ ഇടിക്കും. അത് വലിയ എരിഹോവിന്റെ കോട്ടകളെ ഇടിച്ച് ചെങ്കയുടെ ആഴങ്ങളെ പിളർന്ന് നമ്മളെ വഴി നടത്തുന്ന ആ അഭിഷേകത്തിന്റെ ശക്തിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പം അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദിയുടെ മേൽക്കവയിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചെയ്യുവാൻ തക്കൊണ്ടേ. പിന്നീട് എന്നെ ദൈവം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച വേറൊരു കാര്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ. നമ്മള് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏറ്റവും വിജയകരമായി തീരണമെങ്കിൽ ദൈവത്തിന്റെ കര അതിന്റെ മേലിൽ വേണം. നമ്മൾ ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ ദൈവത്തിന്റെ കര അതിന്റെ മേളിൽ വേണം. ഞാൻ ഓപ്പൺ ഹാർട്ട് ICU ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിട്ട് അവിടെ ഒരു 28 ഇയർ ആയുള്ള മെഡിക്കൽ റെസിഡൻസ് ചെയ്യുന്ന ഒരു ഡോക്ടർ കടന്നു വന്നു. അപ്പോൾ ആ കുട്ടി തമിഴ്നാടുകാരിയ. സോ തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് I became friends. എൻ്റെ പേഷ്യൻ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി അവളോട് ഞങ്ങൾ തമിഴൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴിലൊക്കെ ടോക്ക് ചെയ്ത് ഞാൻ അവളുമായിട്ട് അങ്ങ് ഭയങ്കര ഫ്രണ്ട്സായി. അങ്ങനെ ഞാൻ അവൾക്ക് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ കൊണ്ടു കൊടുത്തു. ചിലപ്പം ഇച്ചിരി ഫുഡൊക്കെ ഞാൻ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ASD അതായിരുന്നു അവരുടെ പ്രോബ്ലം, ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അവരുടെ. ഈവൻ വിതൗട്ട് സർജറി യു ക്യാൻ ഓൾമോസ്റ്റ് ലീഡ് എ നോർമൽ ലൈഫ്. പക്ഷെ അവളൊരു ഡോക്ടർ ആയതുകൊണ്ട് അവളുടെ നോളജ് ബ്രോട്ട് ഹെർ ദ ഹോസ്പിറ്റൽ. അങ്ങനെ അവളുമായിട്ട് ഫ്രണ്ട്സായി. സർജറി കഴിഞ്ഞ് എവറിത്തിങ് വെന്റ് ഓക്കെ. എന്നിട്ട് അവളെ ഒരു സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അന്ന് വൈകിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ 7 PM to 7 AM എന്റെ ജോലി സമയം. 6:45 ആകുമ്പോൾ ഞാൻ ഇവളെ കാണാനായിട്ട് അവളുടെ യൂണിറ്റിൽ ചെന്നു. അവിടെ യൂണിറ്റിൽ ചെന്ന് അവളിങ്ങനെ ബെഡിന്റെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇച്ചിരി ഫുഡ് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ വെക്കുക, എനിക്കിപ്പം ക്ലോക്കിൻ ചെയ്യാൻ സമയമായി, ലെറ്റ് മീ ഗോ, ഞാൻ എന്റെ ബ്രേക്ക് ടൈമിൽ നിന്നെ വന്ന് കാണും എന്ന് പറഞ്ഞ് ഞാൻ എന്റെ യൂണിറ്റിലോട്ട് പോയി. അവിടെ പോയി ഞാൻ എന്റെ അസൈൻമെന്റ് തോന്നിയപ്പം എനിക്ക് ഒരു പേഷ്യന്റ്, യൂഷ്വലി വി ഗെറ്റ് 2 പേഷ്യൻസ്, ഒരു പേഷ്യന്റിന് ഫസ്റ്റ് അഡ്മിഷനും എന്നെ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ പേഷ്യന്റ് റിപ്പോർട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുമ്പോൾ അവർ കോഡ് ബ്ലൂ ഓവർ ഹെഡ് പേ ചെയ്തു. അപ്പം കോഡ് ബ്ലൂ ഒരാൾ അറസ്റ്റ്, എവിടെയോ ഹോസ്പിറ്റലിൽ ഒരാൾ അറസ്റ്റ് ആയി. അപ്പൊ ആ അറസ്റ്റ് പേഷ്യന്റ് എന്റെ പേഷ്യന്റ് ആയിട്ടാണ് വരുന്നത്, അതെനിക്കറിയാം. അപ്പം ഉടനെ തന്നെ ചാർജ് നഴ്സ് വിളിച്ചു പറഞ്ഞു, ലവ്ലി കം ആൻഡ് ടേക്ക് റിപ്പോർട്ട്. അവര് റിപ്പോർട്ട് എടുക്കാനായിട്ട് ഞാൻ ചെന്ന് ഫോൺ എടുത്ത് മേടിച്ചപ്പോൾ എന്റെ ഈ ഫ്രണ്ടിന്റെ പേര് ഇവർ പറയുന്നത്. അവളുടെ പേര് പറഞ്ഞു സ്റ്റാറ്റസ് പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ്, ക്വസ്റ്റനബിൾ അനോക്സിക് ബ്രെയിൻ ഇഞ്ചുറി. സിസ്റ്റർ, ഞാൻ ഇത്രേ കേട്ടുള്ളൂ, പിന്നെ ഒന്നും ഞാൻ കേട്ടില്ല. അവരെന്നാ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ഞാനങ്ങ് സ്തബ്ധയായിട്ട് ഞാനൊരു ജീവച്ഛവമായിട്ട് അവിടെ നിൽക്കുക. കുറെ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവളെയും കൊണ്ട് ഇവള് ബെഡിൽ കിടക്കുക. ഇവളെയും കൊണ്ട് ബെഡും ചുറ്റും ഡോക്ടേഴ്സ് തന്നെ, ബിക്കോസ് ഷീ ഹെർസെൽഫ് ഈസ് എ ഡോക്ടർ. ഒത്തിരി 5-8 ഡോക്ടേഴ്സുമായിട്ട് ഇവളെ ബെഡ് ഉന്തിക്കൊണ്ട് അവള് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പ്ലാന്റ് ഡയറക്ടർ ആയിരിക്കും, അങ്ങേര് പെട്ടെന്ന് യൂണിറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് എല്ലാം മാറിക്കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നേച്ച് ഞാൻ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. ഇവളെ അങ്ങോട്ട് ബെഡെ കിടക്കുന്ന ഈ പേഷ്യന്റിനെ നോക്കിയേച്ച് വലത്തുകാലിങ്ങനെ ആഞ്ഞ് ദേഷ്യത്തിൽ ചവിട്ടി ഒരു കേഴ്സ് വേർഡും പറഞ്ഞേച്ച് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അത് കഴിഞ്ഞ് അവര് ഒത്തിരി അവർക്ക് ചെയ്യാവുന്നതല്ല, ഹോസ്പിറ്റലിൽ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. അതായത് ശിവന്റെ ഒരു കാർഡിയാക് ടമ്പട. ഞാൻ അവനെ കണ്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇവള് ഈ അറസ്റ്റ് ആകുന്നത്, മനസ്സിലായി. അപ്പം ഇവളെ ആദ്യം അവര് പറഞ്ഞു, ഷീ വിൽ നെവർ ബി ഏബിൾ ടു ഫങ്ഷൻ ആസ് എ ഡോക്ടർ, മേ ബി ഷീ വിൽ ബി ഏബിൾ ടു ഫങ്ഷൻ ആസ് എ ഹൗസ് വൈഫ്. ഡോക്ടറായിട്ട് അതായത് അനോക്സിക് ബ്രെയിൻ ഇഞ്ചുറി ആയതുകൊണ്ട് ഓക്സിജൻ ഇല്ലാതെ അവളുടെ ബ്രെയിനിലോട്ട് കിട്ടാതെ പോയതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ഒരു ഡോക്ടറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനൊക്കത്തില്ല, മേ ബി ലൈക്ക് എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ എന്ത് സംഭവിച്ചെന്ന്. 3 മാസം അവൾ അവിടെ കടന്നു. അവര് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അതിനുശേഷം വേറൊരു റീഹാബ് യൂണിറ്റിലേക്ക് പുള്ളിക്കാരിയെ മാറ്റി. 6 മാസത്തിന് ശേഷം ഞാൻ പുള്ളിക്കാരിയെ കാണുമ്പോൾ അവരുടെ സിസ്റ്റർ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി ഇവിടെ കാണാൻ. അവിടെ ചെന്നപ്പോൾ ഞാൻ എലിവേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുക, അക്കാ വലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എനിക്ക് വേദന എടുക്കുന്നു. തമിഴിൽ പറയും അക്കാ വലിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് നമ്മുടെ ഫ്രണ്ട് പുള്ളിക്കാരിയാണോ? അപ്പൊ ആമാ ലവ്ലി, ഐ വിഷ് ഷീ വുഡ് ജസ്റ്റ് ഡൈ. ഈ അവളുടെ സിസ്റ്ററിനോട് പറയും, ഞാൻ അവിടെ ചെന്ന് ഈ പുള്ളിക്കാരിയെ കാണുമ്പോൾ തലമുടിയെല്ലാം മൊട്ടയടിച്ച് ഒരു ഫീറ്റസ് എങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുക അതുപോലെ കൺട്രാക്ചർ എല്ലാമായി ഇവൾ ചുരുണ്ടു മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു പെയിൻ പമ്പ് അവളുടെ വയറ്റിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഫെക്റ്റഡ് ആയിട്ട് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക.
ഞാനപ്പോ ഓർത്ത് കർത്താവെ, ആദ്യം അവളെ കണ്ടത് എത്ര വൈബ്രന്റ് ആയിട്ട്, യങ് ആയിട്ട്, സുന്ദരി ഒരു കൊച്ചായിരുന്നു. ഇവൾക്ക് എന്ത് പറ്റി? ഷി വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. ഞാനന്ന് ജോലി ചെയ്യുന്ന വലിയൊരു ഹോസ്പിറ്റലാണ്, വളരെ പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ. ഷി വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നോളജ് ബ്രോട്ട് ഹർ ദർ. യഹോവ വീട് പണിയാതിരുന്ന പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം ദൈവമേ, അല്ലെ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെയുള്ള സാഹചര്യം. അപ്പൊ ഞാൻ മാത്രമല്ല, ഇവളുമായിട്ട് ഞാൻ എന്തിനു ഫ്രണ്ട്സായി. ഇവള് കാർഡിയക് അറസ്റ്റ് ആകുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇവളെ കണ്ടു. എന്തുകൊണ്ട് കണ്ടു? ഇവൾ എന്റെ പേഷ്യന്റ് ആയിട്ട്, ഞങ്ങളുടെ CCUലെ 30 ബെഡ്സ് ഉണ്ട്, അവിടെ അത്രയും നേഴ്സസ് ഉണ്ട്, അതിൽ എന്റെ പേഷ്യന്റ് തന്നെയായിട്ട് ഇവള് വരാനുള്ള ഇത് കോയിൻസിഡൻസ് ആണോ മക്കൾ? ഒരിക്കലും അല്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ദൈവം നമ്മളോട് വാക്കും ഭാഷണവും ഇല്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തിൽ ആഴമായിട്ട് ഒരു 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 വിശ്വാസം ഡെവലപ്പ് ചെയ്യുവാൻ തക്കണം. ഹല്ലേലൂയ. അവിടെ ആയിരുന്നപ്പോൾ തക്കണം ദൈവം എന്നെ ഇടയാക്കുവാൻ തക്കണം ഇവിടെ. അതുകൊണ്ട് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുവാൻ തക്കണം നമ്മളെ സഹായിക്കുന്ന. ഈ അഭിഷേകത്തിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയണ്ട, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തോട്, ഞാനും ദൈവത്തോട് പറഞ്ഞു, എനിക്ക് തരണമേ, ഇത് ശരിയാണെങ്കിൽ നീ എനിക്ക് തരണം. അന്ന് ഞാൻ അങ്ങനെ എനിക്ക് തന്നേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത്. ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ദൈവം തന്റെ കരുണയിൽ എന്നോട് കരുണ കാണിച്ചെങ്കിൽ ഇതൊരു വലിയ ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, എന്തോ മീറ്റ് കഴിക്കാത്തവരോട് നമ്മൾ പറയാറില്ലേ, ഇങ്ങനെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്, യു ഡോണ്ട് നോ വാട്ട് യു ആർ മിസ്സിംഗ് എന്ന് പറയുന്ന പോലെ ഇത് ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ, ശത്രു വരുന്നത് അറുക്കാനും മോഷ്ടിപ്പാനും അറുപ്പാനും അങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ കടന്നു വന്നത് ജീവൻ ഉണ്ടാകുമെന്ന്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. സമൃദ്ധിയായ ജീവൻ ഉണ്ടല്ലോ, അത് നിലനിൽക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയിലാണ്. നമ്മുടെ ജീവിതം ശരിക്കും എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം, സത്യത്തിന്റെ സമാധാനത്തിന്റെ സമൃദ്ധി, സ്തുതിയുടെ സ്തോത്ര സ്വരം കൊണ്ട് എന്റെ ഭവനം നിറഞ്ഞിരിക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ നിറച്ചിരിക്കും. എന്റെ കൊച്ചുമക്കൾ, അല്ലെങ്കിൽ എനിക്ക് 3 കൊച്ചുമക്കളുണ്ട് ഇപ്പോൾ, ഹല്ലേലൂയ, അവരെല്ലാം അന്യഭാഷയിൽ നിറഞ്ഞ് അഭിഷേകത്തിൽ നിറഞ്ഞ് ചെറിയ പ്രായത്തിന്. അതാ എന്റെ ആഗ്രഹം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തമാണ്, നിന്റെ വായി തന്നെ എന്റെ വചനം, നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ വായിൽ നിന്ന്, നിന്റെ സന്തതിയുടെ വായിൽ നിന്ന്, നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് ഒരു നാൾ നീങ്ങിപ്പോയി. സോ വൈ ഡോണ്ട് വി ക്ലെയിം ഇറ്റ്? അതൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അബണ്ടന്റ് ലൈഫാ. ആൻഡ് ഐ വാണ്ട് ദാറ്റ് അബണ്ടന്റ് ലൈഫ് ഫോർ myself, for my children, for the people around us. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ അത് വാസ്തവമായിട്ട് അത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയമായി സിസ്റ്റർ? പറയാനുണ്ട്. ഒരു 5 മിനിറ്റോട് ഒരു ചെറിയ കാര്യം. സമയമുണ്ട് കേട്ടോ. സമയത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട, സിസ്റ്ററിന് പറയാം. സിസ്റ്ററിന്റെ കാര്യങ്ങളോ അനുഭവങ്ങളോ. ഓക്കെ, ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മളെ വളരെ, നമ്മുടെ ഈവൻ ചെറിയ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളൊരു ദൈവം നമ്മളത് വാസ്തവമായിട്ടുണ്ടല്ലോ. നമ്മളെ ഹോളി സ്പിരിറ്റിന്റെ അവർ സ്പിരിറ്റ് മാൻ ഷുഡ് ബി സ്ട്രോങ് ടു പിക്ക് അപ്പ് ദ സിഗ്നൽസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ശബ്ദമുഖരിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്റ്റിൽ സ്മോൾ വോയിസിനെ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾക്കൊരുണ്ടല്ലോ ട്യൂണപ്പ് ചെയ്യണം. ആ വേവ് ലെങ്ത് നമ്മള് ഉണ്ടല്ലോ പ്രാർത്ഥനയെ നമ്മൾ സമയം ചെലവഴിക്കണം. രാക്കാലങ്ങളിൽ യാമാരങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാനുള്ള ഒരു വലിയ ആത്മഭാരം നമുക്ക് ഉണ്ടാകുന്ന അത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഇങ്ങനെയല്ല പറയുന്നത്, ഹന്നായും ദൈവം, ഹാഗാറും ദൈവം, കണ്ണുനീര് വെളിപ്പെട്ടൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മള് രാവിലെ ഗീതയുടെ തലക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ കരയുവാന്തക്കൊണ്ടോട്, നമ്മുടെ കുഞ്ഞുങ്ങളല്ലത്, പക്ഷെ മദ്യത്തിനും മയക്കുമെന്നിനും അടിമയെ ഓട്ടിസ്റ്റിക് ആയിട്ട് ഇരുട്ട് മുറികളിൽ ഇരിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം നല്ല പഠിത്തക്കാരെല്ലാം വിചാരിക്കരുത്, നല്ല പഠിത്തക്കാർ. പക്ഷെങ്കില് പല ചിന്തകൾ കൊണ്ട്, അന്ധകാരത്തിന്റെ ശക്തി ചിന്തകളെ കൊണ്ട് ഉണ്ടല്ലോ, അവർ പഠിക്കുന്ന കോളേജുകളില്, യൂണിവേഴ്സിറ്റീസിലെ പ്രൊഫസേഴ്സ്, ഇവരൊക്കെ ഉണ്ടല്ലോ. എന്നോട് ഒരു കുഞ്ഞ് പറയുവാൻ തക്കൊണ്ടേ, അവിടെ പ്രൊഫസർ ഉണ്ടല്ലോ, പല ഇമാമ് അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ള പ്രൊഫസേഴ്സ് ആക്കിയിരിക്കുക. അപ്പൊ ഇവരൊക്കെ ദൈവത്തിന് വിരോധമായിട്ടുള്ള ഈ ചിന്തകളെ കുഞ്ഞുങ്ങളുടെ ഇതിൽ കൊടുക്കുമ്പോൾ അവർ ദേ ആർ നോട്ട് സ്ട്രോങ്, ക്രിസ്ത്യൻ ബിലീഫ് ഈ സ്ട്രോങ് അല്ലെങ്കിൽ അവർ വേവർ ചെയ്യുക, ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുവിടുക. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയില് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്താ പറയുന്നത്, ഇയ്യോബ് എന്താ ചെയ്തത്? ഹൃദയം കൊണ്ട് ദൈവത്തോട് എന്റെ കുഞ്ഞുങ്ങളെ പോകാതിരിക്കേണ്ടതിന് അവൻ വിരുന്നാട്ടുകൾ വട്ടം തികയുമ്പോൾ അവർക്ക് വേണ്ടി അവരെ കൂട്ടിവരുത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ നമ്മൾ ചെയ്യണം. നമ്മുടെ ഇയ്യോബ, നമുക്കിപ്പം താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞ് ഇനി ക്രിസ്മസ് വരുന്നുണ്ട്. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ, നമുക്കറിയാം, നമ്മൾ ഫീസ്റ്റിങ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ പ്രയർ ഇൻവോൾവ് ചെയ്യണം.
ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ഡു. ഞാൻ ഒത്തിരി പ്രയർ ഇല്ലാത്ത ഒരു ഫുഡില്ല. ഐ മേക്ക് ഫുഡ്. ഞാനിത് ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ല എന്ന് എനിക്കൊരു അങ്ങനെ ഒരു ഗിൽറ്റി കോൺഷ്യസ് എനിക്കില്ല. എന്നാന്ന് വെച്ചാൽ ഐ മേക്ക് ഫുഡ്. ഞാൻ അവർക്ക് ഫുഡെല്ലാം കൊടുക്കും. പക്ഷെ ഐ ഇൻവോൾവ് പ്രയർ ഇൻ ഇറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കാരണം നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്കുണ്ടല്ലോ, നമ്മൾ ആ പ്രയർ ഇൻവോൾവ് ആയി ഇയ്യോബ് ചെയ്തതുപോലെ തന്നെ ഹൃദയം കൊണ്ട് ദൈവത്തോട് അവർ അകന്നു പോകരുത്. അവരുടെ ഈ സമൃദ്ധിയുടെ നടുവില്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളുടെ നടുവിൽ, നമുക്കറിയാം പണ്ട് നമ്മുടെ മാതാക്കന്മാരെല്ലാം പ്രാർത്ഥിച്ചു. ഇന്ന് നാട്ടിൽ മുഴുവൻ വളരെ സമ്പന്നതയിലാണ് മിക്കവാറും ദൈവജനം ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തെ മറന്നു പോകാൻ നമുക്ക് ഇടയാകരുത്. നമ്മുടെ ദൈവം നൽകുന്ന നന്മ ദൈവത്തെ നമ്മൾ അകറ്റുവാനല്ല, അത് നമ്മുടെ കയ്യിലൂടെ അനേകർക്ക് നന്മയായി തീരത്തക്കവണ്ണം അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് നമ്മൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. രാത്രി ഇവർക്ക് വേണ്ടി വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും. ദൈവത്തിന്റെ വചനം നമ്മൾ അവർക്ക് കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളില് ദൈവത്തിന്റെ വചനം കൊടുക്കണം. ആത്മീയ ആരാധന ഉള്ള ഭവനങ്ങളായിരിക്കണം. വചനത്തെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടണം. കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ദൈവത്തിന്റെ വചനം. എന്നിട്ട് നമ്മൾ രാത്രിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നില്ലേ, തലമുറയെ അടിമയാക്കാൻ ശത്രുശക്തി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ ദൈവത്തിന്റെ, അതിനും വേദോസ്തത്തിൽ എല്ലാത്തിനും എക്സാമ്പിൾ ഉണ്ട്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 7 തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. എലിശയുടെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, എന്റെ മക്കളെ, നിന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു, പക്ഷെ എന്റെ 2 മക്കളെ അടിമയാക്കാനായിട്ട് ശത്രു വന്നേക്കുക. അപ്പം പ്രവാചകൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പക്കൽ എന്തോ ഉള്ളത്? എന്റെ പക്കൽ ഒരു ഭരണി എണ്ണയുള്ളൂ. അപ്പം പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, പോയി വെറും പാത്രങ്ങളെ വാങ്ങണം, എന്നിട്ട് നീ നിന്റെ മക്കളുമായി അകത്ത് കയറി കടക്കണം, എന്നിട്ട് പാത്രങ്ങളിലേക്ക് പകരണം. എന്താ അതിന്റെ മീനിങ്? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾക്കാകുന്ന സമയങ്ങളിൽ അവർക്ക് എപ്പോഴും ഒന്നും നമ്മൾക്ക് അവരെ കിട്ടുന്നത്, പക്ഷെ നമ്മൾ അത് പ്ലാൻ ചെയ്യണം. വെക്കേഷൻ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, ഇല്ലേ? ഒരു വർഷം ഇത്ര പ്രാവശ്യം വെക്കേഷൻ പോകണം നമ്മൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്ത് ദൈവസന്നിധി ഈ കുഞ്ഞുങ്ങളുമായിട്ട് കയറി പരിശുദ്ധാത്മാവിനെ പകരണം. അന്യഭാഷയെ നമ്മൾ ആരാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൊച്ചുമക്കളും അത് കണ്ടു വളരണം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ ഭവനങ്ങൾ അങ്ങനെ ഭവനങ്ങളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കടക്കാരായിട്ട് പോകുവാൻ ശത്രു കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് രാക്കാലങ്ങളിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. തലമുറയെ അടിമയാക്കാൻ ശത്രുശക്തി വെല്ലുവിളിക്കുന്ന അശേരയുടെയും ബാലിന്റെയും വ്യാപാര ശക്തി കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുമ്പോൾ ആ വ്യാപാര ശക്തി എന്റെ ഭവനത്തിലോട്ട് കടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭവനത്തിൽ ഐ അപ്ലൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ് ഓൺ ദ ഡോർ പോസ്റ്റ് ഓഫ് മൈ ഹൗസ്. യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തം എന്റെ ഭവനത്തിന്റെ കെട്ടുകാൽമേലും കുറുപിടുമേലും തളിക്കപ്പെട്ടിരിക്കുക. സംഹാരത്തിന് കടന്ന് പോകാത്തതുപോലെ ഇന്നത്തെ തലമുറയെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിമയാക്കുന്നതിന്റെ കാരണം പ്രാർത്ഥന നിന്നുപോയി, ആത്മീയ ആരാധന നിന്നുപോയി, ഉപവാസം നിന്നുപോയി. ഇതിനൊന്നും പ്രാധാന്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ഉണ്ടല്ലോ ദൈവത്തെ സേവിക്കാനല്ല. ഈ ദിവസം ദൈവത്തിന്റെ ആത്മീയമായ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സെറുബാബിന്റെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളും കോട്ടകളും ഇടിയപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ തൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതോടെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ. ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഓപ്പൺ ഹാർട്ടിലാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ബിസിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പേഷ്യന്റിനെ കിട്ടും. നമ്മൾ 7 മണിക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 മണി ആകുന്നവരെ നമ്മളുണ്ടല്ലോ ഭയങ്കര നമ്മുടെ ബ്രെയിൻ അങ്ങ് ഡെഡായ പോലെ 4 മണി ആകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും തിങ്ക് ചെയ്യാൻ വയ്യ. അങ്ങനെ ബിസി ആയിരിക്കും ചില ദിവസമുണ്ട്. അപ്പോൾ ഒരു ദിവസം സാധാരണ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് വെച്ചേക്കും. അപ്പൊ ആ ചായക്ക് ഭയങ്കര രുചിയാണ്. അത് ഞാൻ എൻ്റെ ശരീരം അങ്ങ് ടയേർഡായി വന്നിരുന്നോണ്ടാണോ അതോ ചായയുടെ രുചിയാണോ ഇതെനിക്കറിയത്തില്ല. എനിവേ ഞാൻ ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ്. ഞാൻ അത് ഓർത്താ വരുന്നത്. ജോലി കഴിഞ്ഞ് വന്നാൽ ചായ ഒന്ന് കുടിച്ചു കഴിയും ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ ഒരു ദിവസം ചില ദിവസങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് ജോലി സംബന്ധമായിട്ട് പുറത്തു പോകേണ്ടതായിട്ട് വരും. അപ്പൊ അന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അങ്ങനെ പോയി. അപ്പൊ അന്ന് ഞാനിങ്ങനെ ജോലിക്ക് പോയി ഒരു 4 മണിയൊക്കെ. അപ്പൊ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇനി ഈ സ്നോ എല്ലാം പിടിച്ച് ഞാനിനി ഡ്രൈവ് എല്ലാം ചെയ്ത് വീട്ടിൽ ചെന്ന ഒരു ചായ പോലും ഇല്ല. ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ അങ്ങ് കംപ്ലൈന്റ് പറഞ്ഞു. ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ പിന്നെ ജോലിയെല്ലാം ചെയ്ത് 7 മണിയായി. ഡേ ഷിഫ്റ്റുകാർ വന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാനല്ല ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വെള്ളക്കാരി കൊച്ച്, ഒരു വൈറ്റ് ലേഡി, അവൾ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തോട്ട് വന്നേച്ചും ഒരു സ്റ്റാർബക്സിന്റെ ഒരു കോഫിയും ഒരു മഫിന്റെ ഒരു ബാഗോട് എൻ്റെ നേരെ ഇങ്ങനെ നീട്ടി.
അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ലെറ്റ് മീ ഗോ ടേക്ക് റിപ്പോർട്ട് ഐ വിൽ കം ആൻഡ് എക്സ്പ്ലെയിൻ ടു യു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റിപ്പോർട്ട് കൊടുത്തു. അവള് റിപ്പോർട്ട് എല്ലാം കൊടുത്ത ശേഷം അവൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവൾ എന്നോട് സ്റ്റോറി പറയുക, സിസ്റ്ററെ ഇവൾ എന്നോട് പറയുക ഞാൻ ഐ വാസ് റണ്ണിങ് ലേറ്റ് ഫോർ വർക്ക്. അവൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ അവിടുത്തെ ഒരു കോഫി ഷോപ്പ് കണ്ടപ്പോ അവള് അവിടെ പോയി ഒരു കോഫി മേടിച്ചു. അവൾക്ക് ഒരു ഭയങ്കര ഒരു സ്ട്രോങ് അവളെ ആരാണ്ട് നിർബന്ധിക്കുന്നു ഗോ ആൻഡ് ബൈ എ കോഫി. അവിടുന്ന് ഒരു മഫിനും മേടിച്ചു വെച്ചും അവളിങ്ങോട്ട് വരുമ്പോ അവൾ ഓർക്കുക ഇത് ആർക്ക് വേണ്ടി, എനിക്ക് വേണ്ടല്ലോ, ഇത് ഐ ഡോണ്ട് നീഡ് ദിസ്. ആർക്ക് വേണ്ടി? അവൾ പറയും ആസ് ഐ എം ഡ്രൈവിംഗ് ഐ എം തിങ്കിങ് ഇത് ആർക്ക് വേണ്ടി? അപ്പൊ അവളോട് അവിടെ മനസ്സിങ്ങനെ തോന്നുക ലവ്ലി. എന്റെ സിസ്റ്ററെ അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ ഓൾ ദ വേ പത്രോസ് പണ്ട് കർത്താവിനോട് പറഞ്ഞല്ലേ 153 വലിയ ഫിഷ് മത്സ്യം കിട്ടിയപ്പോ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് നീ എന്നെ വിട്ടുപോകരുത്. ഐ റിയലി ക്രൈഡ് ഓൾ ദ വേ ഹോം. ഞാൻ ചോദിച്ചു ദൈവമേ നീ എന്നെ ഓർക്കാൻ അല്ലേ. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ചെറിയൊരു കാര്യമേ എന്നും ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. പക്ഷെ ചെറിയൊരു കാര്യമാണ്. ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞ ഇങ്ങനെ നമ്മളെ കരുന്നരുത്. ഞാനിന്ന് വീട്ടിൽ ചെന്ന് കുളിച്ചേച്ച് ഞാൻ ബെഡിലോട്ട് കയറി അത്രയും രുചിയുള്ളൊരു മഫിൻ ഞാൻ അതിന് മുമ്പ് കഴിച്ചിട്ടില്ല. അത്ര രുചിയായിട്ട് എനിക്കങ്ങ് തോന്നുന്നത്. ആ മഫിനും കഴിച്ച് ഞാൻ ആ കോഫിയും കുടിച്ച് ഞാൻ ആ ബെഡിൽ ഇരുന്ന് കരഞ്ഞു പോയി. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ കർത്താവേ എന്തുകൊണ്ടാ ദൈവം നമ്മളെ ഓർക്കാൻ നമ്മളെന്തോ ഒരു പുഴു, ഒരു കൃമിയോ, ഞാനോ ഒരു കൃമി അല്ലേലും എന്നാൽ നമ്മുടെ ചില കാര്യങ്ങളുണ്ടല്ലോ ദൈവം നമ്മളെ അത്രയ്ക്ക് കരുതുന്നൊരു ദൈവം. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളത് God is a prayer answering God. God is a good God. God is a faithful God. എന്റെ ജീവിതത്തിൽ ഞാൻ അതിന് വിപരീതമായിട്ട് എന്റെ വാഗോട്ട് പറയാൻ ഒക്കത്തില്ല. അവന്റെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു. അവന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെയാണ്. അറ്റ് ദ സെയിം ടൈം അവന്റെ ന്യായവിധിയുടെ ആഴങ്ങൾ വലിയ ആഴികളെ പോലെയാണ്. അതുകൊണ്ട് God is a consuming fire. എല്ലാവർക്കും ദൈവം സ്നേഹവാനാണെന്ന് കേട്ടാൽ മതി. നോ ഓൺ ദ അതർ സൈഡ് അതിന്റെ ദൈവം ആ സ്നേഹത്തിന് ഒരു അതിരുണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഇസ് എ കൺസ്യൂമിംഗ് ഫയർ. അതുകൊണ്ട് പക്ഷെ ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന നമ്മളെ സേവിക്കുന്ന ദൈവം നല്ല ദൈവമാണെന്നുള്ള റൂട്ടഡ് ഗ്രൗണ്ടഡ് നമ്മളായിരിക്കണം. അപ്പം നമ്മൾ വേവർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങനൊരു അവസരം ഈ എന്റെ ദൈവത്തെ പറ്റി നിങ്ങളോടൊന്ന് പറയുവാൻ, അവൻ നല്ല ദൈവം എന്ന് പറയുവാൻ തക്കണം. അവൻ ഇറ്റ്സ് വർത്ത് സെർവിങ് ദിസ് ട്രൂ ഗോഡ് ഇൻ എ വർത്ത്. ഡോണ്ട് ബി അഷേംഡ് ഓഫ് സ്പീക്കിംഗ് അബൌട്ട് ദിസ് ഗോഡ് എനിവർ. അതിനുവേണ്ടി എന്നെ സഹായിച്ചത് എന്റെ മെഡിക്കൽ ഫീൽഡാണ്. അവിടെയാണ് ദൈവം എന്നെ കരുത്ത് പിടിപ്പിച്ച് സ്ലോലി, അത് ഒറ്റയടിക്ക് വന്നതല്ല, സ്ലോലി ഈ ദൈവത്തിലുള്ള വിശ്വാസം. അഭിഷേകത്തെ പറ്റി ആദ്യം എനിക്ക് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ ശേഷം പോലും ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ പറയുന്നത് ശരിയാണോ, ഇത് തന്നെയാണ് പിന്നെ പറയുന്നത്, ഇങ്ങനൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഐ കൺസിഡർ മൈസെൽഫ് ആൻ അഡ്വക്കേറ്റ്. ആരെ കണ്ടാലും പൗലോസ് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിസമാനം, ഇതാ എന്റെ ക്വസ്റ്റ്യൻ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിന് ഇത് ശരിയാണെന്ന് എല്ലാവരോടും പോയി പറയുക. ഇതാണ് എന്റെ കോളിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്നിങ്ങനെ എനിക്കൊരു വിലയേറിയ അവസരം ഇതിലൂടെ എന്റെ കാര്യം ഷെയർ ചെയ്യുവാൻ സിസ്റ്റർ മുഖാന്തരം ഒരുക്കി തന്ന ഈ അവസരത്തിൽ ഞാൻ ദിവസത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രത്തോളം കാര്യം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാന് കർത്താവ് സഹായിച്ചല്ലോ. സിസ്റ്റർ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെതായ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഇന്ന് നമുക്ക് കേൾക്കാനില്ല. ഇന്ന് നമുക്ക് കടം മാറും, രോഗം മാറും, ദുഃഖം മാറും. ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നത്തെ എല്ലാ മെസ്സേജുകളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയും കേൾക്കാൻ കർത്താവിൻ്റെ ദാസിയിലൂടെ നമ്മളെ സഹായിച്ചു. ദൈവദാസിയെ കർത്താവ് പിന്നെയും ധാരാളം ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടോ. ഓക്കെ, താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. ഈ സമയം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, സിസ്റ്റമായിട്ട് ഈ ചാനലിലെ അടിയന്റെ സാക്ഷി ഷെയർ ചെയ്യുവാൻ കൊണ്ട് ദൈവം ഒരുക്കി തന്ന വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. തത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് അടിയന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ മുമ്പാകെ ഷെയർ ചെയ്യുമ്പോൾ ദൈവം തന്നെ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജലത്തിന്മേലും പകരും. നിന്റെ പുത്രന്മാരും പ്രവചിക്കും. നിന്റെ വാഗ്ദത്തം പറയുന്നു. എന്റെ പിന്നാലെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു,
അല്ലെങ്കിൽ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുക, എന്നാൽ അവനോ നിങ്ങളെ പരിശുദ്ധമാവ് കൊണ്ട് തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കത്തക്കൂടെ ഈ അന്ത്യനാളുകൾ കർത്താവേ തീ പോലെ ഇറങ്ങണമേ, അഗ്നിദ്വാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഞങ്ങൾക്ക് ഒഴുകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവീയ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ തലമുറകളും നിറയപ്പെടുവാൻ തക്കവണ്ണം അന്ന് കാരണക്കാരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. ഒരു അന്ത്യകാല അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നവരായി, ഞങ്ങളുടെ ചുറ്റുപാടുകളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപകരമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ അറിഞ്ഞ ഈ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ശക്തി എവിടെയും വിളിച്ചു പറയുവാൻ തക്കോണം, അതിൽ സന്തോഷത്തോടു കൂടി അബണ്ടന്റ് ലൈഫ് അനുഭവിക്കത്തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജോയ്സ് ടി വി മുഖാന്തരം അനേക ജീവിതങ്ങൾക്ക് ഇത് കർത്താവ് ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിലും ദൈവത്തിന് ഇങ്ങനെ ഇടപെടുവാൻ കഴിയുമെന്ന് ദൈവസന്നിധി പ്രത്യാശയോടുകൂടെ അവർക്ക് കർത്താവെ അല്ലേലും ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കത്തക്കോണം അനേക ജീവിതങ്ങൾക്ക് പ്രചോദനമായി തീരുവാൻ, ദൈവനാമത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവം കൂടിയിരുന്ന് കർത്താവേ, യു ആർ എ ഗോഡ്, ഹല്ലേലൂയ, പ്രസ് ഡൗൺ, ഷേക്കൻ ടുഗദർ, റണ്ണിംഗ് ഓവറായി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം, മഹത്വം എടുത്തിരിക്കുക, സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ.